Yeah, started. Yeah. So നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഹായ് ഫോക്സ്. സോ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ VPRന്റെ വീഡിയോ നമ്മളപ്പോ ഫഹദുമായിട്ട് പിന്നെയും കൊളാബ് ചെയ്തിട്ടുണ്ട്. ഫഹദ് നമ്മുടെ ചാനലിൽ 3ാമത്തെ പ്രാവശ്യമാണ്. സോ BPRന്റെ വീഡിയോ സ്റ്റാർട്ടിങ് ആണ്. സോ നമ്മളിവിടെ ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഒരു വെൽ സ്ട്രക്ചർഡ് പ്ലാനുമായിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം വന്നിരിക്കുന്നത്. സോ സ്റ്റേജസ് ഓൾ യോഴ്സ് ഫഹദ്, നിനക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. സോ നമ്മളൊരു ട്രേഡിംഗ് വീക്കിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എക്കണോമിക് കലണ്ടർ നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അന്നത്തെ ദിവസം പ്രിപ്പയർ ചെയ്യാറ്. സോ നമ്മളൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും എക്കണോമിക് കലണ്ടർ, അപ്പോൾ എല്ലാവരും എക്കണോമിക് കലണ്ടറിൻ്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? സോ അതിനെ നമ്മൾ ഒരു ട്രേഡിംഗ് ഡേ ആസ് എ ഡേ ട്രേഡർ നമ്മൾ അതിനെ ലൈക്ക് യൂസ് ചെയ്യണം. ഫോർ ഇൻ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൺഡേ പ്രത്യേകിച്ച് ന്യൂസും കാര്യങ്ങളൊന്നുമില്ല. ട്യൂസ്ഡേ നമുക്കൊരു 9:45 10 മണിക്കൊക്കെ ആയിട്ട് ന്യൂസ് ഉണ്ട്. സോ ഈ ഒരു ഡാറ്റ, ഇത് ആക്ച്വലി ഒരു ഡാറ്റയാണ്. മാർക്കറ്റ് എപ്പോൾ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഒരു വോൾട്ടാലിറ്റി മാർക്കറ്റിൽ ഇഞ്ചക്ട് ചെയ്യുന്നുള്ളൊരു ഡാറ്റയാണ്. ഈ ഡാറ്റ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ട്രേഡിംഗ് സെറ്റപ്പ് അല്ലെങ്കിൽ ട്രേഡിംഗ് മോഡലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബിലിറ്റി കൂട്ടാൻ പറ്റും. സോ ഈ ഒരു സ്പെസിഫിക് ഈ ഒരു വീക്കിലെ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് ഏത് സമയത്താണ് ട്രേഡ്സും കാര്യങ്ങളും പ്രോബിലിറ്റി ഹൈ പ്രോബിലിറ്റി ട്രേഡ്സും കാര്യങ്ങളും കിട്ടാൻ പോണേ, അല്ലെങ്കിൽ നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പ് എപ്പോഴാണ് വർക്കൗട്ട് ചെയ്യാൻ പോകണമെന്നുള്ളത് നിങ്ങൾക്ക് വെറും ഈ ഒരു ഡാറ്റ വെച്ചിട്ട് തന്നെ പറയാൻ കഴിയും. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ട ദിവസമാണോ, അല്ലെങ്കിൽ ഏത് സർട്ടൻ ടൈം പീരീഡിലാണ് നിങ്ങൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്യേണ്ടതെന്നുള്ള വെറും ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും. സോ അതിനെങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകണമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോണേ. സോ ഹൗ ടു റീഡ് എ എക്കണോമിക് കലണ്ടർ ആൻഡ് പ്രിപ്പയർ ഫോർ ദിസ് വീക്ക്, അതാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോണേ. സോ ഓക്കെ, നമുക്ക് ഇപ്പൊ ഒരു എക്കണോമിക് കലണ്ടർ നോക്കാൻ നേരത്ത് നമുക്ക് മൾട്ടിപ്പിൾ സിനാരിയോസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിനകത്ത് ഒരു വളരെ നോക്കേണ്ട ഒരു സിനാരിയോ ആണ് നമുക്ക് CPI, NFP, അതേപോലെ FOMC. അതേപോലെ തന്നെ FOMCയുടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ക്രിട്ടിക്കൽ ആണ്. അതേപോലെ തന്നെ നമുക്ക് ന്യൂസിന്റെ ബേസിസ് നോക്കുവാണെങ്കിൽ നമുക്ക് മൺഡേസിൽ മോസ്റ്റ്ലി ന്യൂസ് ഇല്ലാത്ത ദിവസങ്ങളാണ്. ആൻഡ് നമുക്ക് ഒരു വീക്കിന്റെ ഇടയ്ക്ക് ന്യൂസ് ഇല്ലാത്ത സിറ്റുവേഷൻസ് നമുക്ക് നോക്കണം. അപ്പൊ ഇത്രയാണ് ഞാൻ ന്യൂസിന്റെ കാര്യത്തിൽ എക്കണോമിക് കലണ്ടേഴ്സിൽ ഞാൻ അതിന് പുഷ് ചെയ്യുന്ന അജണ്ട. അപ്പം ഇനി നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എങ്ങനെ പോകണം? ഇപ്പൊ ഞാൻ ഈ ചോദിച്ച കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് പോകണോ, അതോ നമുക്ക് നിന്റെ പ്ലാനിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പോകണം? നമുക്ക് ഇങ്ങനെ പോകാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഈ ഒരു വീക്ക് നോക്കാം. ഈ ഒരു വീക്ക് ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ടായിരുന്നു, PMI. പക്ഷെ അത് കമ്പയർ ചെയ്യുമ്പോൾ CPIയുടെയോ NFPയുടെയോ അത്രയും പവർഫുൾ അല്ല, FOMCയുടെ അത്രയും പവർഫുൾ ഉള്ള ഒരു കാര്യമല്ല. പക്ഷെ സ്റ്റിൽ PMI നമുക്കൊരു ഇതായിട്ട് എടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് വേറൊരു സിനാരിയും വരുന്നുണ്ട്. നമുക്ക് മൺഡേ നോ ന്യൂസ് ആണ്. അപ്പൊ അതൊരു കോമൺലി ഫോം ആവുന്ന സിനാരിയോ ആണ്. ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ഒരു വീക്കിന്റെ ഇടയിലും ഒരു നോ ന്യൂസ് ഡേ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വീക്ക്ലി ക്യാൻഡിൽ പ്രെഡിക്റ്റബിൾ ആയി ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് പറയുകയാണ് നമ്മളൊരു എക്കണോമിക് കലണ്ടർ നോക്കണം. ആ ഒരു വീക്കിൽ ഫസ്റ്റ് ഏതൊക്കെ നമുക്ക് ഹൈ ഇമ്പാക്ട് ന്യൂസസ് ഉണ്ടോ നോക്കാം. നമുക്കിവിടെ പറയുകയാണെങ്കിൽ PMI ന്യൂസസും കാര്യങ്ങളൊന്നും ഉണ്ട്. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും ഹൈ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ന്യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPI, FOMC, NFP ആണ്. ഈ 3 ന്യൂസുകളും ഏതെങ്കിലും ഒരു വീക്കിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മൺഡേസിൽ നമുക്ക് എന്ത് ചെയ്യാം, AM സെഷനിൽ ട്രേഡ് ചെയ്യാം. കാരണം നമുക്ക് ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉള്ളൊരു വീക്കാണ്, അത്രയും ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉള്ളൊരു വീക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൺഡേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പം ഈ ഒരു സെർട്ടൻ വീക്കിലൊരു കണ്ടീഷൻ പറയാം, നമുക്കിവിടെ ഹൈ ഇമ്പാക്റ്റ് ആ ഒരു 3 ഹൈ ഇമ്പാക്ട് ന്യൂസസ് ഒന്നും ഈ ഒരു വീക്കിൽ പ്രത്യേകിച്ചില്ല. നമുക്ക് നോർമലായിട്ടുള്ള PMI, അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് ന്യൂസസും കാര്യങ്ങളേ ഉള്ളൂ. സോ ഈ ഒരു വീക്കിൻ്റെ ക്യാൻഡിൽ എങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൺഡേ ന്യൂസ് ഇല്ല. ഓക്കെ, സോ നമുക്ക് ആ ഒരു വീക്കിലി ക്യാൻഡിൽ മൺഡേ ഒരു അക്യുമുലേഷൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ കഴിയും ഒരു നോർമൽ വീക്കിൽ. സോ ഇന്നത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാറിൻ്റെ അൺസർട്ടിനിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മാർക്കറ്റ് മോസ്റ്റ് ലൈക്ലി നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് തന്നെയാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കേണ്ടത്. അതായത് മാർക്കറ്റ് ഒരു ഫോളിങ് കേസിലാണ്. സോ ഇപ്പോൾ ഒരുപാട് ഐ തിങ്ക് ജോഷുവ ഒരുപാട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിക്കാണ് മാർക്കറ്റ് താഴത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് അടിയിലോട്ട് പോയിക്കൊണ്ട്. ഇപ്പോൾ ഒരു നോർമൽ വീക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിനാരിയോ നിങ്ങൾക്ക് ഈ ഒരു വീക്കിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഇമ്പാക്ട് ന്യൂസസും കാര്യങ്ങളൊന്നുമില്ല. സോ ഈ ഒരു മൺഡേനെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രേഡ്സും കാര്യങ്ങളും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീ മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. പ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ 7 to 9.
സോറി 7 to 9:30 ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് ഒരു ഹൈ പ്രോബിലിറ്റി സെറ്റപ്പ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി നിങ്ങൾ AM സെഷനിലോട്ട് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ന്യൂസും കാര്യങ്ങളും മൺഡേസിലില്ല. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമുക്കൊരു വീക്ക്ലി ക്യാൻഡിലിൽ ലോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഒരു അക്യുമുലേഷൻ ഫേസ് ചെയ്താൽ നമുക്ക് മൺഡേസിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ അതേപോലെ തന്നെ ഇനി നിങ്ങൾ AM സെഷൻ അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ട്രേഡ് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഫസ്റ്റ് മാക്രോ നിങ്ങൾക്ക് ഒരു കൺസോൾട്ടേഷൻ ആയിക്കാരം. പിന്നെ ഒരു ലാസ്റ്റ് ഡിച്ച് മാക്രോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ ചെയ്യുക, ഒരു ലഞ്ച് മാക്രോ എന്ന് പറയും. ഒരു 10:50 11:10 മാക്രോയിൽ ഒരു സെറ്റപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീക്കിന് എന്താ ചെയ്യുക, ഒരു മൺഡേസിൽ ഇങ്ങനത്തെ വീക്കിൽ നിങ്ങൾ മൺഡേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ട്യൂസ്ഡേയിലെ സിനാരിയോ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോർമലായിട്ട് AM സെഷൻ സിൽവർ ബുള്ളറ്റ് ടൈമിംഗ് വിൻഡോസിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെ വെനസ്ഡേയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു മിഡ് വീക്കാണ്. സോ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് പറയാനുള്ള വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ന്യൂസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ന്യൂസ് ഇല്ലാത്ത ദിവസങ്ങൾ നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ മാർക്കറ്റിൽ മാക്സിമം എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. AM സെഷൻ ചോപ്പ് ചെയ്കാരം മോസ്റ്റ് ലൈക്ലി, അല്ലെങ്കിൽ ഇനി നല്ലൊരു റൺ അല്ലെങ്കിൽ നല്ലൊരു മൂവ് നല്ലൊരു സെറ്റപ്പ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡ്സും കാര്യങ്ങളും പുഷ് ചെയ്യാം. പക്ഷേ ഈ ന്യൂസ് ഇല്ലാത്ത ദിവസങ്ങൾ നിങ്ങൾ എപ്പോഴും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ദർ ഇസ് നോ വോൾട്ടാലിറ്റി ഇൻജെക്ഷൻ. നമുക്ക് ആകെ ഒരു വോൾട്ടാലിറ്റി ഇൻജെക്ഷൻ നടക്കുന്നത് 9:30 ന്യൂസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വോൾട്ടാലിറ്റി ഇൻജെക്ഷൻ ഇല്ല. സോ ആ ഒരു ദിവസം കോഷ്യസ് ആയിട്ട് ഇരിക്കുക. AM സെഷനിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ അവെയർ ആയിട്ട് ഇരിക്കുക. നല്ല സെറ്റപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ട്രേഡ്സും കാര്യങ്ങളും പുഷ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു പറഞ്ഞ രീതിക്ക് നിങ്ങൾ ഡാറ്റ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയും. ഓക്കെ, ഇനി തേഴ്സ്ഡേ നോക്കുകയാണെങ്കിൽ നമുക്ക് 8:30 ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് ഉണ്ട്. അന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു AM സെഷൻ ഓപ്പൺ ആയ സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നല്ല നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി ഫ്രൈഡേയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 മണിക്ക് ന്യൂസ് ഉണ്ട്. ഓക്കെ, അതും നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് ഫോൾഡർ ന്യൂസും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഓറഞ്ച് ഫോൾഡർ ന്യൂസാണ്. നിങ്ങൾക്ക് പ്രീ മാർക്കറ്റിൽ നല്ലൊരു സെറ്റപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ 7 to 9:30 കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി എന്താ ചെയ്യുക, ട്രേഡ്സും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പുഷ് ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു 7:50 8:10 മാക്രോയിലൊക്കെ നിങ്ങൾക്കൊരു എൻട്രി സെറ്റപ്പ് കിട്ടി, നിങ്ങളെ 9:30 വോൾട്ടാലിറ്റി ഇഞ്ചക്ഷൻ ആയിരിക്കും നിങ്ങൾ TP ഹിറ്റ് ചെയ്യാൻ പോകണേ. സോ ആ ഒരു റെഫറൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ട്രേഡ്സും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യുക. ഇപ്പോൾ ICT പറഞ്ഞ FOMC വീക്കിൽ നമുക്ക് അല്ലെങ്കിൽ FOMC ഡേയിൽ നമുക്ക് ഒരു പ്രീ മാർക്കറ്റിൽ ട്രേഡ്സും കാര്യങ്ങളും പുഷ് ചെയ്യുക. അപ്പോൾ ICT പറഞ്ഞിട്ടുള്ള ആ ലെക്ചറിൽ ആക്ച്വലി നമുക്ക് 8:30 ഒരു ന്യൂസും ഉണ്ട്, പിന്നെ FOMC 2 മണിയും 2:30 ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഈ ഒരു കഴിഞ്ഞ വീക്കിൽ ഞാൻ FOMC ഉള്ള വീക്കായിരുന്നു, അതിനകത്ത് ഞാൻ ട്രേഡ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ദിവസം ഞാൻ പ്രീ മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്ത് എൻ്റെ TP അടിച്ചത് 8:30 ന്യൂസ് വോൾട്ടാലിറ്റി ഇഞ്ചക്ഷൻ ആയിരുന്നു. ആ ഒരു ന്യൂസിന് വന്നിട്ട് എൻ്റെ TP അടിച്ചു. സോ ICT പറഞ്ഞിട്ടുള്ള എല്ലാ ഡാറ്റകളും നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ ദ മാർക്കറ്റ്, അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് ICT അതിനുള്ള റീസൺ. ICT പറഞ്ഞ ഒരു കാര്യം പോലും നിങ്ങൾ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്തിട്ട് ഓക്കെ അത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങളത് നോക്കുക, നിങ്ങളത് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, നിങ്ങൾ ഡാറ്റകൾ ക്രിയേറ്റ് ചെയ്യാം. സോ എൻ്റെ ഒരു പേഴ്സണൽ നോഷനാണിത്. ഇതിനകത്ത് ഞാൻ ICT പറഞ്ഞിട്ടുള്ള എല്ലാ ഡാറ്റകളും, സോറി എൻ്റെ നെറ്റ് ഇച്ചിരി ലാഗാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഡാറ്റകളും ഞാൻ ഇതിനകത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എക്കണോമിക് കലണ്ടേഴ്സ് എങ്ങനെ റീഡ് ചെയ്യണം എന്നുള്ളതും അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ എല്ലാം ഞാൻ അതിന് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളും അതേപോലെ തന്നെ ഡാറ്റകൾ ക്രിയേറ്റ് ചെയ്യുക. ICT പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡാറ്റകൾ ഞാൻ ഇപ്പോൾ അതിനകത്ത് ICT പറഞ്ഞിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും കാര്യങ്ങളും എഴുതി വെച്ചിട്ട് അതിൻ്റെ ഡാറ്റകളൊക്കെ ഞാൻ ഇത് ചെയ്തിട്ടാണ് ഞാൻ അതോ സത്യമാണോ അല്ലെങ്കിൽ മാർക്കറ്റ് അങ്ങനെയാണോ നടക്കണമെന്നുള്ളത് ഞാൻ നോക്കൽ. സോ ICT പറഞ്ഞുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും എനിക്ക് എന്താ സത്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ ഫുൾ റെഫറൻസ് ഡാറ്റകളും എൻ്റെ ഈ ഒരു നോഷനകത്തുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വീക്കിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്കൊരു FOMC NFE CPI ന്യൂസുള്ളൊരു വീക്കാണെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമുക്ക് എന്താണ് ഒരു NFE വീക്കാണ്. ഓക്കെ, നെക്സ്റ്റ് മന്തിലെ ഫസ്റ്റ് വീക്കിൽ ഫ്രൈഡേ നമുക്ക് NFE ഉണ്ട്. സോ ഈ ഒരു വീക്കിനെ നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, AM സെഷൻ ട്രേഡ് ചെയ്യാം. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് നോക്കാനില്ല. നമുക്ക് ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് ഉള്ള വീക്കിൽ മൺഡേസിൽ നമുക്ക് ഡെഫിനറ്റ്ലി AM സെഷൻ ട്രേഡ് ചെയ്യാം.
അതേപോലെ ട്യൂസ്ഡേ നമുക്ക് എ എം സെഷൻ സിൽവർ ബുള്ളറ്റ് ട്രേഡ് ചെയ്യാം, വെനസ്ഡേ നമുക്ക് എ എം സെഷൻ സിൽവർ ബുള്ളറ്റ് ട്രേഡ് ചെയ്യാം, തേഴ്സ്ഡേ നമുക്ക് എ എം സെഷൻ സിൽവർ ബുള്ളറ്റ് ട്രേഡ് ചെയ്യാം. ഇനി NFE ഡേനെ കുറിച്ച് പറയുകയാണെന്ന് NFEയുടെ പ്രയർ ഡേ നിങ്ങൾ ഇച്ചിരി കോഷ്യസ് ആയിരിക്കണം. ഈവൻ ദോ ന്യൂസ് ഉണ്ടെങ്കിൽ പോലും പ്രയർ ഡേ നമുക്ക് ലിക്വിഡിറ്റി ജനറേഷനും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാം. എങ്കിൽ പോലും നിങ്ങൾക്ക് ന്യൂസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കിയിട്ട് കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസിൻ്റെ പ്രയർ ഡേ നിങ്ങൾ ഒബ്വിയസ്ലി നോട്ടീസ് ചെയ്യുക. പ്രത്യേകിച്ച് ന്യൂസും ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കോഷ്യസ് ആയിട്ടിരിക്കുക. ഇനി ഫ്രൈഡേയിലെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, NFEസിൽ ട്രേഡ് ചെയ്യാം. NFE ഡാറ്റ റിലീസ് ചെയ്തതിന് ശേഷം ഒരിക്കലും പ്രയർ നിങ്ങൾ ട്രേഡ്സും കാര്യങ്ങളും പുഷ് ചെയ്യാൻ പാടില്ല. ഓക്കെ, NFE ഡാറ്റ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ്സും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യുക. NFE ഡാറ്റ 8:30 നിങ്ങൾ ഇവിടെ ഒരു എന്താ പറയുക AM സെഷൻ 9:30 ശേഷം ട്രേഡ്സും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യണം. അതാണ് ഐഡിയൽ ടൈമിംഗ്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളൊരു വീക്കിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ട്രേഡിംഗ് വീക്ക് ഇപ്പോൾ ഈ ഒരു കറണ്ട് ട്രേഡിംഗ് വീക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മൺഡേ മോസ്റ്റ് ലൈക്ലി ഞാൻ ട്രേഡ്സും കാര്യങ്ങളൊന്നും പുഷ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. അതിന് നല്ല സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കാണാനുണ്ടെങ്കിൽ ഞാൻ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ട്യൂസ്ഡേ ആപ്ലിക്കബിൾ ആണ്. വെനസ്ഡേ ഞാൻ കോഷ്യസ് ആയിരിക്കും. നല്ല ട്രേഡ്സും ഒരു ചെറിയ മൂവ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെറിയ മാർക്കറ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ എക്സിറ്റ് ചെയ്യും. തേഴ്സ്ഡേ ഒക്കെ നല്ല മൂവ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീക്കിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഒരു എക്കണോമിക് കലണ്ടർ നമുക്ക് ആകെ 2 റെഡ് ഫോൾഡർ ന്യൂസസ് ഉള്ളൂ. അത് എക്സ്പെക്റ്റേഷൻ പറയുകയാണെങ്കിൽ ഒരു PMI അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് നിങ്ങൾക്ക് വെനസ്ഡേയും തേഴ്സ്ഡേയും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മൺഡേയും ട്യൂസ്ഡേയും ഞാൻ വെരി കോഷ്യസ് ആയിക്കാരം, ഫ്രൈഡേ ഞാൻ കോഷ്യസ് ആയിക്കാരം. സോ ഇങ്ങനെയാണ് ഒരു വീക്കിനെ നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് NFE വീക്കിൽ ഒരു ബാങ്ക് ഹോളിഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൺഡേസിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഹോളിഡേയ്സ് വന്നു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ബാങ്ക്സ് എല്ലാം ഓഫ് ആയിക്കാരം. സോ അന്ന് ആ ഒരു വീക്കിൽ മൺഡേസിൽ ICT പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മൺഡേ ട്യൂസ്ഡേ ബാങ്ക് ഹോളിഡേ എത്തും വരേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രേഡ്സും കാര്യങ്ങളും വലിയൊരു മൂവും മാർക്കറ്റിൽ വലിയൊരു മൂവും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. പിന്നെ ആ ഒരു ബാങ്ക് ഹോളിഡേ കഴിഞ്ഞതിന് ശേഷം തേഴ്സ്ഡേസ് ആൻഡ് ഫ്രൈഡേസിലായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നല്ല മൂവ്സും അല്ലെങ്കിൽ നല്ല ട്രേഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുക. സോ അത് എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ ഈ ഒരു FOMC വീക്ക് ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ള ഈ ഒരു FOMC വീക്കിന് ഞാൻ ഇവിടെ ജേർണൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൺഡേസിൽ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റകളൊക്കെ ഇനി ഞാൻ ഇവിടെ ഇൻവോൾവ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂസ് ഇല്ലാത്തൊരു മൺഡേ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട AM സെഷൻ ചോപ്പിനെ ശേഖരം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു റെഫറൻസ് മാർക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യുക, ആ ഒരു പിക്ചർ ആഡ് ചെയ്യുക, ആ ഒരു AM സെഷനിൽ എന്തൊക്കെ നടന്നിട്ടുള്ള ആഡ് ചെയ്യുക, ലഞ്ച് സെഷനിൽ എന്തൊക്കെയാണ് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത് ആഡ് ചെയ്യുക. PM സെഷന് ലാസ്റ്റ് അവറിലെ മാർക്കറ്റ് ഒരു സെർട്ടൻ ലിക്വിഡിറ്റി എടുക്കാൻ പോയിട്ടുണ്ടോ എന്നുള്ള ആഡ് ചെയ്യുക. ലഞ്ച് സെഷൻ AM സെഷൻ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിലിങ്ങിനെയാണോ മാർക്കറ്റ് ഹണ്ട് ചെയ്യാൻ പോയിട്ടുള്ളത് ആഡ് ചെയ്യുക. എല്ലാം നിങ്ങൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ICT പറഞ്ഞിട്ടുള്ള പോലെ ജേർണൽ ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങളൊരു എക്കണോമിക് കലണ്ടറിനെ എന്ത് ചെയ്യേണ്ടത്, പ്രൊവോക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ജോഷുവ. എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, ഈ സിൽവർ ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ടൈമും, ഓക്കെ, സിൽവർ ബുള്ളറ്റിന്റെ ഒരു ടൈം ഒന്ന് പറയാ. എനിക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. സിൽവർ ബുള്ളറ്റിന്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലണ്ടനിലും സിൽവർ ബുള്ളറ്റ് ഉണ്ട്, ന്യൂയോർക്കിലും സിൽവർ ബുള്ളറ്റ് ഉണ്ട്. നമ്മളൊരു സ്റ്റോക്ക് ട്രേഡർ, ഒരു ഇൻഡെക്സ് ട്രേഡർ ആയതുകൊണ്ട് നമ്മൾ ന്യൂയോർക്കിലാണ് മോസ്റ്റ് ലൈക്ലി നമ്മൾ ട്രേഡ്സും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യല്. സോ നമുക്ക് സിൽവർ ബുള്ളറ്റ് ടൈം വിൻഡോ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 10-11 ആണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് 4 hour ക്യാൻഡലിൻ്റെ ഓപ്പണിങ്ങിന് ഉള്ള സമയത്താണ്, അത് 10 മണി to 11 മണിൻ്റെ ഇടയിലാണ് നമുക്ക് സിൽവർ ബുള്ളറ്റ് ടൈം വിൻഡോ വരുന്നത്. ഓക്കെ, ഫൈൻ. എന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മളിപ്പോ പ്രീ മാർക്കറ്റ് എക്സിക്യൂഷനെ പറ്റി പറഞ്ഞില്ലായിരുന്നോ? അതെ, ആ ഒരു പ്രീ മാർക്കറ്റ് എക്സിക്യൂഷൻസിന്റെ ടൈം എന്ന് പറയുമ്പോൾ, പ്രീ മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ 7 സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ 9:30 വരെ. അതെ. ഓക്കെ, അപ്പൊ ഈ പ്രീ മാർക്കറ്റിന്റെ മാനിപ്പുലേഷൻ എപ്പോഴായിരിക്കും? പ്രീ മാർക്കറ്റിന് മുമ്പായിരിക്കും അതോ പ്രീ മാർക്കറ്റിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിരിക്കും മാനിപ്പുലേഷൻ? പ്രീ മാർക്കറ്റിന്റെ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 7 മണി തൊട്ട് 9:30 വരെ ആണല്ലോ. സോ അതിൻ്റെ അടുക്ക് നമുക്ക് മോസ്റ്റ് ലൈക്ലി 8:30 ഒരു ന്യൂസ് വരാണ്ട്. സോ നമ്മള് ന്യൂസ് ഉള്ള ദിവസങ്ങളിലാണോ പ്രീ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്? ന്യൂസ് ഇല്ലാത്ത ദിവസങ്ങൾ നിങ്ങൾക്ക് പ്രീ മാർക്കറ്റ് ട്രേഡ് ചെയ്യാം. ഇനി ന്യൂസിന്റെ വോൾട്ടാലിറ്റി ഇല്ലാന്ന് ചില ദിവസങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് 7:30 അല്ലെങ്കിൽ 7:50 8:10 മാക്രോസിലൊക്കെയാണ് പ്രീ മാർക്കറ്റിൽ മോസ്റ്റ് ലൈക്ലി ട്രേഡ്സ് കാണാറുള്ളത്. ഞാൻ 7:50 8:10 മാക്രോയിൽ.
ഓക്കെ ഓക്കെ ഓക്കെ. ഫൈൻ ഫൈൻ ഇനി ഫൈൻ. ന്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ന്യൂസിന് ശേഷം മേ ബി എന്താ പറയുക, ന്യൂസ് കഴിഞ്ഞിട്ടുള്ള മാക്രോയിലായിരിക്കും മാർക്കറ്റ് ഡെലിവറി ചെയ്യാറ്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള അധികം ഇപ്പോൾ നമ്മൾ ന്യൂസ് ഇല്ലാത്ത ദിവസങ്ങളാണല്ലോ നമ്മൾ പ്രീ മാർക്കറ്റ് ഫോക്കസ് ചെയ്യാറ്. ഓക്കെ, അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ മോസ്റ്റ് ലൈക്ലി കണ്ടിട്ടുള്ളത് 750 810 മാക്രോയിലാണ് മോസ്റ്റ് മാനിപ്പുലേഷൻസും ഡെലിവറീസും നടക്കൽ. ഓക്കെ. ഓക്കെ. സോ അതൊരു ബ്യൂട്ടിഫുൾ കവറിംഗ് ആയിരുന്നു. അപ്പം ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം, അതിനെന്തായാലും അതിന് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. സോ നമുക്ക് ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉള്ള ടൈമിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ CPI പോലുള്ള ടൈമിലൊക്കെ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ ഫഹദ് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോഴേ ഈ 9:30 ശേഷം ന്യൂസ് വരുന്ന സിറ്റുവേഷൻസിൽ, അതേപോലെ തന്നെ ഇപ്പൊ ഈ 10 ഒരു ന്യൂസ് ഉണ്ട്, 10 o'clock ന്യൂസ് ഉണ്ടാവുന്ന ഒരു റെഗുലർ സിനാരിയോ ആണ്. അത് മോസ്റ്റ്ലി ഒരു ഓറഞ്ച് ഫോൾഡർ ന്യൂസ് ആവാം. ഓക്കെ, ആൻഡ് ഈ 9:30 ശേഷം ഒരു ന്യൂസ് വരുമ്പോഴും, അതേപോലെ ഈ 10 o'clock അറൌണ്ടിൽ ഒരു ന്യൂസ് വരുമ്പോഴും, ആ ന്യൂസ് കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുന്നതാണോ ബെറ്റർ, അതോ ആ ഒരു 9:30 ശേഷമുള്ള ഒരു ഫസ്റ്റ് പ്രസന്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് കോൺസെപ്റ്റ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ICT പലപ്പോഴും ഈ 9:45 ഇപ്പോൾ 9:30 കഴിഞ്ഞ് ചില സമയത്ത് നമുക്ക് ഫസ്റ്റ് മാക്രോ സ്റ്റാർട്ട് ചെയ്യണം മുന്നേ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടും. സോ നമുക്കൊരു സർട്ടൻ മാനിപ്പുലേഷൻ കിട്ടി, നമ്മളൊരു പ്രോപ്പർ മാനിപ്പുലേഷനും അതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിലെങ്കിലല്ലേ നമ്മൾ എൻട്രീസ് മോസ്റ്റ് ലൈക്ലി അല്ലെങ്കിൽ ഒരു ഇൻവേർഷനിലൊക്കെ എൻ്റർ ചെയ്യാറ്. നമുക്കൊരു സെറ്റപ്പ് അവിടെ ഫോം ചെയ്ത് ആ ലോൻ്റെ അതിലോട്ട് മാർക്കറ്റ് പോകണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കത് വാലിഡ് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് 9:45 ന്യൂസും അതേപോലെ തന്നെ 10 മണീൻ്റെ ന്യൂസൊക്കെ നമ്മളെ ട്രേഡിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലായിരിക്കണം ആ ന്യൂസ് റിലീസിങ് ഡാറ്റ പോകേണ്ടത്. ഓക്കെ, ICT ആയാൽ പോലും ഇങ്ങനത്തെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ 9:45 മുന്നൊക്കെ എടുത്തിട്ടുമുണ്ട്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ലൈക്ക് നമ്മളെ ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ന്യൂസിൻ്റെ ഡെലിവറി നടക്കൽ. അല്ലാണ്ട് നമുക്കേ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ക്വിക്ക് ആയിട്ടൊന്ന് ആ ഒരു നാസ്ഡാക്കിന്റെ ചാർട്ട് ഒന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് കണ്ടന്റിലേക്ക് വരാം. ഓക്കെ. മാർക്കറ്റ് 2% ഡൗൺ ആയിരുന്നു. കറക്റ്റ് ആ ഒരു 7 o'clock ക്യാൻഡലിന് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 300 പോയിന്റ്സ് മേളിൽ കയറി. 400 പോയിന്റ്സ്. ഇതിപ്പോ ഞാനിപ്പോഴാ നോട്ടീസ് ചെയ്തേ. നമ്മളിപ്പോ ആക്ച്വലി ഈ വീഡിയോ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്ന ഈ ഒരു ടൈം ഇപ്പൊ നടന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എങ്ങാണ്ട് ഓപ്പൺ ആയെന്ന് തോന്നുന്നു. ഓക്കെ, സോ നമുക്ക് ഇതൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീഡിയോയുടെ കണ്ടന്റിലേക്ക് വരാം. നമുക്ക് ഇതെടുക്കല്ലേ എക്കണോമിക് കലണ്ടർ? ഓക്കെ. സോ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സെറ്റപ്പ് ഫോം ചെയ്തിട്ട് അതിൻ്റെ അപ്പോൾ ന്യൂസിൻ്റെ ഒരു ബാരിയർ അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ന്യൂസിലൊരു മാനിപ്പുലേഷൻ തരാൻ ഉദ്ദേശിക്കുക, ഇതെല്ലാം റെഫറൻസ് ആണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇപ്പോൾ ഈ 9:45 ന്യൂസ് നമ്മൾ ട്രേഡിൻ്റെ അഗെയിൻസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ആ ന്യൂസിൻ്റെ പ്രയറായിട്ട് നമുക്ക് നല്ലൊരു ഡെലിവറി തരത്തില്ല. ആരും പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കണം. അതായത് ഇപ്പോൾ ന്യൂസിൻ്റെ ഒരു ബാരിയർ, ഇപ്പോൾ ന്യൂസിൻ്റെ പ്രയർ നമുക്ക് എന്താ നടക്കണ്ടേ, ഒരു അക്യുമുലേഷൻ അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി ജനറേഷൻ. ഓക്കെ, മാർക്കറ്റ് ഓൾറെഡി ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് നല്ലൊരു മൂവ് തന്നതിന് ശേഷമാണ് ന്യൂസിൻ്റെ ഡെലിവറി നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഡെലിവറി ഒരിക്കലും നമ്മൾ അഗെയിൻസ്റ്റ് ആയിട്ട് വരേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് 9:45 ഒരു ന്യൂസ് ഉണ്ട്. ഈ 9:45 പ്രയറിൽ നമുക്ക് ഇതാണ് ബൈ സൈഡ് എടുത്ത് കഴിഞ്ഞ് നമുക്കൊരു നല്ല ഡെലിവറി തന്ന് റീടെസ്റ്റ് തരികയാണെന്നുണ്ടെങ്കിൽ 9:45 ന്യൂസിൽ നമുക്ക് നമ്മളെ ബയാസിനനുസരിച്ചിട്ടുള്ള ഡെലിവറിയാണ് മോസ്റ്റ് ലൈക്ലി തരേണ്ടത്. ഇനി ന്യൂസ് നമ്മൾ അഗെയിൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു അക്യുമുലേഷൻ തന്ന് നമുക്കവിടെ സെറ്റപ്പ് ഒന്നും ഫോം ചെയ്യത്തില്ല. ആ ന്യൂസ് 9:45 ന്യൂസേക്കരം നമുക്ക് മാനിപ്പുലേഷൻ തരാൻ പോണേ, എന്നിട്ടായിരിക്കും ആ ഡിസ്ട്രിബ്യൂഷൻ തരാൻ പോണേ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത്. ലൈക്ക് ICT പറഞ്ഞ പ്രകാരം ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ജോഷുവ ഹലോ. ഐ തിങ്ക് അവൻ ഓൺലൈനിൽ പോയെന്ന്. ഓക്കെ, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഐ തിങ്ക് ജോഷുവ എന്തൊരു ഇമ്പോർട്ടൻറ്റ് കേസ് വന്നെന്ന്. ഓക്കെ, സോ എക്കണോമിക് കലണ്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെയാണ് ഒരു എക്കണോമിക് കലണ്ടറിനെ റീഡ് ചെയ്യേണ്ടത്. നിങ്ങളൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ 3 ഹൈ ഇമ്പാക്റ്റഡ് ന്യൂസ് ഉള്ള വീക്കാണോ നോക്കുക. അങ്ങനത്തെ വീക്സിലാണെങ്കിൽ മൺഡേസിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യുക, ഒരു എക്കണോമിക് കലണ്ടറിനെ റീഡ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സിനാരിയോയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, മൺഡേ നമുക്ക് FOMC വീക്കാണ്. FOMC വീക്കിൽ മൺഡേസിൽ യു ക്യാൻ ട്രേഡ്. പ്രീ മാർക്കറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ന്യൂസും കാര്യങ്ങളും ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ AM സെഷൻ ലൈക്ലി ടു ബി ചോപ്പി ബിക്കോസ് ഓഫ് നോ റെഡ് ഫോൾഡർ ന്യൂസ്. ഓക്കെ, ട്യൂസ്ഡേ പറയുകയാണെങ്കിൽ നമുക്ക് റെഡ് ഫോൾഡർ ന്യൂസ് ഒന്നുമില്ല. സോ മോസ്റ്റ് ലൈക്ലി എന്തേക്കാരം സീക്ക് ആൻഡ് ഡിസ്ട്രോയ് ഡേ സിൻസ് ടുമോറോ. ഓക്കെ, നാളെ ഒരു ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ പ്രയർ ഡേ എന്തേക്കാരം ഒരു ചോപ്പിനെസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ അതും മൈൻഡിൽ വെക്കുക. ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസിൻ്റെ പ്രയർ ഡേയിൽ നമുക്ക് ന്യൂസും കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ന്യൂസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോപ്പിനെസ് എക്സ്പെക്ട് ചെയ്യാം. സോ അങ്ങനെയാണ് നമ്മളൊരു വീക്ക്ലി കലണ്ടർ അല്ലെങ്കിൽ ഒരു വീക്കിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഇതിനെ ബേസ് ചെയ്തേക്കാണ് നമ്മളെ വീക്ക്ലി ക്യാൻഡിൽ മൂവ് ചെയ്യുക. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു ആൻറ്റിസിപ്പേഷനും പറഞ്ഞുതരാം. നമുക്കൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഈ ഒരു വീക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൺഡേ ന്യൂസ് ഇല്ല, നമുക്ക് ഹൈ ഇമ്പാക്ട് ന്യൂസസും ഇല്ല. സോ ഈ ഒരു വീക്കിലെ ക്യാൻഡിൽ മൺഡേ കൺസോൾട്ടേഷൻ ആയിരിക്കണം. മേ ബി ആ ലോ ഓഫ് ദ വീക്ക് അല്ലെങ്കിൽ ഹൈ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്യൽ ട്യൂസ്ഡേയിലേക്കാണ്. കാരണം നമുക്ക് ട്യൂസ്ഡേ എന്തുണ്ട്, ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്. സോ നമ്മൾ ബുള്ളിഷ് വീക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂസ്ഡേ ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ മാനിപ്പുലേഷൻ നടന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും എന്തെങ്കിലും ആ കണ്ടിന്യൂഷനിലേക്കാണ് നടക്കുക. വെനസ്ഡേ മേ ബി എന്തെങ്കിലും അതിൻ്റെ കണ്ടിന്യൂഷൻ വീണ്ടും തന്നേക്കുക, അല്ലെങ്കിൽ ആ ഒരു ദിവസം മേ ബി ഒരു ചോപ്പിനെസ് കളിച്ചിട്ട് എന്ത് ചെയ്യും, കളിച്ചുകൊണ്ടിരിക്കും. ഇനി തേഴ്സ്ഡേ നമുക്ക് ന്യൂസ് ഉണ്ട്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കും. എന്നിട്ട് ഫ്രൈഡേ നമുക്ക് എന്തുണ്ട്, 10 മണിക്കൊരു ഓറഞ്ച് ഫോൾഡർ ഉണ്ട്. അന്നത്തെ ദിവസം AM സെഷനിൽ അല്ലെങ്കിൽ പ്രീ മാർക്കറ്റിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഫ്രൈഡേ നിങ്ങൾക്ക് ഒരു എക്സ്പാൻഷൻ തന്ന ആ വീക്കിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു വീക്കിൻ്റെ റേഞ്ചിനകത്ത് ഒരു 20% അല്ലെങ്കിൽ 30% റിട്രേസ്മെൻറ്റ് തരും. ഇങ്ങനെ ആയിരിക്കും ആ ഒരു വീക്ക്ലി പ്രൊഫൈല് നിങ്ങൾക്ക് എന്താ ചെയ്യുക, ഈ ഒരു എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സോ ഇങ്ങനെയാണ് നിങ്ങളൊരു വീക്കിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എൻ്റർ ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങളൊരു എക്കണോമിക് കലണ്ടർ കണ്ടോ, ഓക്കെ ഇന്ന് മൺഡേ ന്യൂസ് ഇല്ല, സോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും എൻ്റർ ചെയ്യരുത്. നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാം, നിങ്ങളൊരു 90% ഫെയിലിംഗ് ട്രേഡ്സ് നിങ്ങൾക്ക് എന്താ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ലോസ് ആവുന്ന ട്രേഡ്സ് നിങ്ങൾക്ക് എന്താ ചെയ്യാം, ഒഴിവാക്കുക. കാരണം ICT ഈസ് ഓൾ അബൌട്ട് ടൈം ആൻഡ് പ്രൈസ്. ഈ ഒരു എക്കണോമിക് കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൈമിനെ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ആ ടൈമിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ടൈമിൽ നിങ്ങൾ പോയിട്ട് ആ ഡെലിവറി ക്യാച്ച് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ടൈം ആൻഡ് പ്രൈസ്. ഓക്കെ, ഈ ഒരു ടൈം ഇപ്പോൾ മൺഡേയിൽ നിങ്ങൾക്ക് പ്രീ മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സമയം കിട്ടി അവിടെ എപ്പോഴാണ് നിങ്ങൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളത്. സോ നിങ്ങൾ 7 തൊട്ട് 9:30 വരെ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇത് പ്രകാരം നിങ്ങൾക്ക് അവിടെ എന്തായാലും എൻട്രി കിട്ടുന്നല്ല, നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പോസിബിലിറ്റി ഉണ്ട്. സോ ഈ മൺഡേ പോവുക, പ്രീ മാർക്കറ്റ് നോക്കുക, പ്രീ മാർക്കറ്റിൽ പോസിബിലിറ്റി ഉണ്ടോ നോക്കുക, ഉണ്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക, AM സെഷൻ നോക്കുക. AM സെഷനിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ചോപ്പിനെസ് ആയിരിക്കും. ഈ ഒരു ദിവസം എല്ലാവരും ചെയ്യണമെന്ന് വെച്ചാൽ മൺഡേ പോകും. മൺഡേ പോയിട്ട് AM സെഷൻ നേരെ പോകും. AM സെഷനിലും പോയിട്ട് നിങ്ങൾ മാർക്കറ്റ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചോപ്പിനെസ് കളിക്കേണ്ട ഇടയിൽ നിങ്ങൾ പോയിട്ട് എൻ്റർ ചെയ്യും. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് അടിക്കും. നിങ്ങൾ എന്താ പറയുക, മെൻ്റൽ ക്യാപിറ്റലിനെ നിങ്ങൾ വെറുതെ റിസ്ക് ചെയ്യും. സോ ഈ ഒരു ദിവസം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം മൺഡേ പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോണില്ല എന്നുള്ളത്. ഓക്കെ, ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞു തരണം. നിങ്ങൾ കോഷ്യസ് ആയിട്ടിരിക്കുക. നിങ്ങൾ AM സെഷൻ ചോപ്പിനെസ് ആയിട്ട് തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാം, ട്രേഡ്സും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യാം. ഇനി നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മൺഡേ നല്ലൊരു ട്രെൻഡിങ് ഡേ ആണെന്നുണ്ടെങ്കിൽ അത് ഇതേക്കെ പോലെ എന്ത് ചെയ്യണം, മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ ഒരു എക്കണോമിക്കൽ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് എന്തെങ്കിലും ഒരു ഇതിൽ മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഒരു നോർമൽ മാർക്കറ്റ് ടെൻഷൻസ് ഒന്നും ഇല്ലാത്ത വീക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി പോസിബിളാണ്. പക്ഷേ ഇങ്ങനത്തെ വീക്കിലൊക്കെ എന്ത് ചെയ്യും, മാർക്കറ്റ് ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ വെറും എന്താ പറയുക 7 മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ എന്ത് ഈ ഒരു മൂവ് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഒരു സഡൻ എന്തായിരുന്നു, ഒരു മാനിപ്പുലേഷൻ ആയിരുന്നു മുകളിലോട്ട്. വൺ സെക്കൻഡ് ഞാൻ അതിന്റെ റീസൺ കണ്ടുപിടിച്ചു. സോ നമുക്ക് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തുറന്നതല്ല, നമുക്ക് ആ ഒരു വാർ പോസ്റ്റ്പോൺ ചെയ്ത ന്യൂസ് ട്വീറ്റ് ചെയ്തതിന്റെ റിയാക്ഷൻ ആയിരുന്നു ആക്ച്വലി ആ ഒരു ഇത്. വാർ പോസ്റ്റ്പോൺ ചെയ്തോ? യെസ്, വാർ പോസ്റ്റ്പോൺ ചെയ്തു. ആൻഡ് ഇറ്റ്സ് എ റിയലി ബ്യൂട്ടിഫുൾ ഹാപ്പി ന്യൂസ്. അപ്പം വാർ പോസ്റ്റ്പോൺ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ട്വീറ്റ് ഇട്ടു. അതിന്റെ റിയാക്ഷൻ ആയിരുന്നു ഈ ഒരു 1000 point ക്യാൻഡിൽ. സോ അവര് വാർ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, മിലിറ്ററി ഓപ്പറേഷൻസ് പോസ്റ്റ്പോൺ ചെയ്തു. ഓക്കെ, ഈ ഒരു ഡാറ്റ റിലീസ് ചെയ്തത് ആരാണ്?
ഇത് ട്രംപ് ഡയറക്ട്ലി ട്വിറ്ററിൽ റിലീസ് ചെയ്തതാണ്. ഓക്കെ 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 ഓക്കെ. ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, ഞാൻ പേഴ്സണലി ഷെയർ ചെയ്യാം. നമുക്ക് ഈ ഒരു മീറ്റിംഗിന്റെ ഇടയിൽ ആ ഒരു ട്വീറ്റ് കാണിക്കാം. ഓക്കെ 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 ഓക്കെ. ഞാൻ ഒരുവിധം എക്കണോമിക് കലണ്ടറിനെ കുറിച്ചുള്ള എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ പെർഫെക്റ്റ്. ഇടയ്ക്ക് വെച്ച് ഒന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു എന്താ പറയാ ക്യാൻഡലിന്റെ പുറകിലുള്ള സ്റ്റോറി തപ്പി പോയതാണ്. അപ്പൊ അതാണ് ആക്ച്വലി നടന്നത്. ട്രംപ് ഒരു ട്വീറ്റ് നടത്തി. ഫസ്റ്റ് ഗൈസ്, ഈ ഒരു ക്യാൻഡലിന്റെ ഫോർമേഷൻ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ക്യാൻഡിൽ ഫസ്റ്റ് സ്റ്റോപ്പ് ആയത് 666 പോയിന്റ്സ് ആണ്. ആ ഒരു ക്യാൻഡിൽ 666 പോയിന്റ്സിലാണ് ഫസ്റ്റ് സ്റ്റോപ്പ് ആയത്. ഓക്കെ, അതൊന്ന് സ്റ്റഡി ചെയ്യുക. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1000 പോയിന്റ്സ് അപ്പ് ആയിട്ടുണ്ട്. നമുക്കപ്പം ബാക്കി ക്ലാസ്സസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളപ്പം ഇനി അടുത്ത അജണ്ടയിൽ നമ്മുടെ ഇന്നത്തെ ഇതിൽ നമുക്ക് അടുത്ത് ചെയ്യാനുള്ള എന്താണ്, നമ്മൾ എക്കണോമിക് കലണ്ടേഴ്സ് ഹാൻഡിൽ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ചോപ്പിനെസ് ആന്റിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത്. അത് ലൈക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോപ്പിനെസ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞാൻ അവരുടെ മുമ്പിൽ എന്താ പറയാ, നമ്മുടെ ലിക്വിഡിറ്റി പൂൾസിന്റെ ബേസിസിൽ, നമ്മുടെ ഓവർനൈറ്റ് സെഷൻസിന്റെ ബേസിസിലൊക്കെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോപ്പിനെസ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മിക്കപ്പോഴും ഈ ചോപ്പിനെസ്സിലെ ഓരോ സിനാരിയോസ് വരുമ്പോഴാണ് ആൾക്കാർ ചോദിക്കാറ്. സോ നമുക്ക് റീസെന്റ് നല്ല വോളറ്റാലിറ്റി ഉണ്ട്, ബട്ട് സ്റ്റിൽ നാവിഗേഷൻ പാടായിരുന്നു. അപ്പൊ ചോപ്പിനെസ് എങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്യാം, അതൊരു ബ്യൂട്ടിഫുൾ ടോപ്പിക്കാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിഞ്ഞാൽ തന്നെ, ഇപ്പോൾ ഞാൻ എക്കണോമിക് കലണ്ടർ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോടെ തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യുക, ഒരു 90% ലൂസിങ് ട്രേഡ്സിനെല്ലാം ഒഴിവാക്കാം. കാരണം നിങ്ങൾക്ക് അറിയാം കറക്റ്റ് എപ്പോഴാണ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യേണ്ടത്, ന്യൂസ് ഇല്ലാത്ത സമയത്ത് പ്രീ മാർക്കറ്റിൽ എൻ്റർ ചെയ്യും. അപ്പോൾ ആ ഒരു എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞ്. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോൾ ചോപ്പിനെസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. സോ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് നമുക്ക് ന്യൂസ് ഇല്ലാത്ത ദിവസം നമുക്ക് പ്രീ മാർക്കറ്റിൽ നല്ലൊരു ഡെലിവറി കിട്ടിക്കഴിഞ്ഞാൽ AM സെഷൻ ചോപ്പ് ചെയ്യണം എന്നുള്ളത്. ഒന്നാമത് നമുക്ക് ന്യൂസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ AM സെഷൻ ചോപ്പ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് പ്രീ മാർക്കറ്റിൽ നിങ്ങൾക്ക് ബിറ്റ്വീൻ 7 to 9:30 ഇടയിൽ നിങ്ങൾക്ക് നല്ലൊരു സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം. നിങ്ങളുടെ ടാർഗറ്റ്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നല്ല ഡെലിവറി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ്സ് ഹിറ്റ് ചെയ്യും. സോ ഇങ്ങനൊരു ഡെലിവറി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9:30 എന്ത് ചെയ്യും, മാർക്കറ്റിന് ഒബ്ജക്റ്റീവ് ഉണ്ടാവില്ല. മാർക്കറ്റ് 2 ഒബ്ജക്റ്റീവിലോട്ടേ മാർക്കറ്റ് പോകത്തുള്ളൂ. ഒന്നില്ലെങ്കിൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇന്നഫിഷ്യൻസി റീബാലൻസ് ഓർ റീപ്രൈസ് ചെയ്യാൻ മാർക്കറ്റ് പോകും, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യാൻ പോകും. സോ ഈ ഒരു ഡെലിവറി നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം മുന്നേ തന്നെ മാർക്കറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, നമുക്ക് മാർക്കറ്റിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവില്ല. അപ്പോൾ മാർക്കറ്റ് 9:30 ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, ചോപ്പ് റൗണ്ട് ചെയ്യും. ഇപ്പോൾ മാർക്കറ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, ഇതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. നമുക്ക് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു 7 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് നമുക്ക് ഇന്ന് മൺഡേ ആണ്, ന്യൂസും കാര്യങ്ങളൊന്നുമില്ല. സോ മാർക്കറ്റ് എന്ത് ചെയ്ത് ഒരു മാനിപ്പുലേഷൻ, ഒരു എന്താ പറയുക 7:58 മാക്രോയിൽ നമുക്കൊരു സെറ്റപ്പ് കിട്ടി. ഈ സെറ്റപ്പ് എന്ത് ചെയ്ത് നമുക്ക് ഇവിടേക്ക് ആയപ്പോൾ 9:30 ഓപ്പൺ ചെയ്ത്, ഈ ഒരു 9:30 മാർക്കറ്റ് ചെറിയൊരു റിട്രേസ്മെൻറ്റ് തന്നിട്ട് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂ ചെയ്ത്. സോ ഇവിടെ നമ്മൾ 9:30 എന്ത് ചെയ്ത് നമ്മൾ സെൽ സൈഡ് ഒബ്ജക്റ്റീവിലോട്ട് മാർക്കറ്റ് ഡെലിവർ ചെയ്ത്. ഇനി നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ എന്തില്ല, ഒബ്ജക്റ്റീവ് ഇല്ല. കാരണം എന്ത് ചെയ്തും നമുക്ക് ഇന്നഫിഷ്യൻസിയിൽ റീബാലൻസ് ചെയ്തിട്ട് മാർക്കറ്റ് ലോവറിലോട്ട് ഡെലിവർ ചെയ്ത് നമ്മൾ ഇന്നത്തെ ഒബ്ജക്റ്റീവ് ഫിനിഷ് ആയി. ഇനി നമുക്ക് AM സെഷൻ മൊത്തം എന്ത് ചെയ്യാം, ഒരു ചോപ്പിനെസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഡിച്ച് മാക്രോ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ റിയൽ വ്യൂ മുകളിലോട്ട് അല്ലെങ്കിൽ ഒരു റേഞ്ചിൻ്റെ അകത്തോട്ട് നിങ്ങൾക്കൊരു എന്താ പറയുക റിട്രേസ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലാസ്റ്റ് ഡിച്ച് മാക്രോ എന്ന് പറയുന്നത് ഒരു 10:50 to 11:10 സമയത്ത് നിങ്ങൾക്കൊരു സെറ്റപ്പ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 10:50 11:10 മാക്രോ, ഒരു ലഞ്ച് അവർ മാക്രോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. അവിടെ സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് AM സെഷനിൽ ഒബ്ജക്റ്റീവ് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു മാർക്കറ്റ് ഒരു ഡെലിവറി ചെയ്യാൻ പോകുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് സെഷൻ്റെ മാക്രോയിലാണ്. അതിനകത്ത് ഒരു 10:50 11:10 മാക്രോയിൽ നല്ലൊരു സെറ്റപ്പ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് ട്രേഡ് പുഷ് ചെയ്യുക. അല്ലെങ്കിൽ ഈ റേഞ്ചിനകത്തോട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റേഞ്ചിൻ്റെ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് ലെവലിലൊക്കെ നിങ്ങൾക്ക് റേഞ്ചിൻ്റെ അകത്തോട്ട് ഒരു ലോങ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. സോ ഇങ്ങനെയാണ് നിങ്ങളൊരു ചോപ്പിനെസ്സിനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി എന്താ എക്സ്പെക്ട് ചെയ്യുക, ഓക്കെ 9:30 ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് ഇനി മാർക്കറ്റ് എന്ത് ചെയ്യും, നെക്സ്റ്റ് നമുക്കൊരു ബൈ സൈഡ് ലിക്വിഡിറ്റിയിലോട്ട് AM സെഷൻ്റെ അകത്ത് നിങ്ങൾ ഒരു ഫസ്റ്റ് മാക്രോയിലൊക്കെ പോയിട്ട് നിങ്ങൾ ട്രേഡ് എടുത്തുകൊണ്ട് നിങ്ങൾ ലോസിലോട്ട് വരും. സോ ഈ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലോസ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ട്രേഡ്സ് പുഷ് ചെയ്യാൻ കഴിയും.
സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പ്രീ മാർക്കറ്റിൽ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടതും. എം സെഷൻ നിങ്ങൾ ചോപ്പിനെസ് ആണ് നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളൊരു ചോപ്പിനെസ് നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങളൊരു ചോപ്പ് വരണം മുന്നായിട്ട്, ഓക്കെ അത് ചോപ്പിനെസ് വരും എന്നുള്ള നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. സോ നിങ്ങൾക്ക് ആ ഒരു ടൈം വിൻഡോയിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ടൈം ഫാക്ടർ നമ്മൾ ICT പറഞ്ഞിട്ടുള്ള പോലെ ടൈം ഫാക്ടർ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി PM സെഷനിലെ ഒരു ചോപ്പിനെസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ AM സെഷനിൽ നിങ്ങൾക്ക് ഡെലിവറി കാര്യങ്ങളൊന്നും നടത്തിയിട്ടല്ല, അല്ലെങ്കിൽ AM സെഷൻ്റെ കണ്ടിന്യൂഷൻ ഡെലിവറി നിങ്ങൾക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് അവർ മാക്രോ ആണ്, ലാസ്റ്റ് ഡിച്ച് മാക്രോ ആണ്. ഓക്കെ, നിങ്ങൾക്ക് നമ്മളെ PM സെഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 9:30 ഓക്കെ, സോറി 1:30 ഓക്കെ, 1:30 നിങ്ങൾ PM സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ 1:30 ശേഷം നിങ്ങൾക്ക് നല്ലൊരു ഡെലിവറി കിട്ടി, നിങ്ങൾ ഒബ്ജക്റ്റീവ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് അവറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒബ്ജക്റ്റീവ് ഇല്ല. ഓക്കെ, ലാസ്റ്റ് അവറിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാർക്കറ്റ് ഒരു ഒബ്ജക്റ്റീവിലോട്ടൊന്നും പോകത്തില്ല. ലാസ്റ്റ് അവർ ചോപ്പിനെസ് കളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, എപ്പോൾ നിങ്ങൾക്കൊരു 1:30 ശേഷം, അതായത് നിങ്ങളെ PM സെഷൻ സ്റ്റാർട്ട് ചെയ്ത് 1:30 നിങ്ങളെ സെൽ സൈഡ് ലിക്വിഡിറ്റി ഇതാണ്. ഓക്കെ, സെൽ സൈഡ് ലിക്വിഡിറ്റി ഇതാണ്. മാർക്കറ്റ് 1:30 ഓപ്പൺ ചെയ്ത് PM സെഷൻ ഇവിടെയാണ് ഓപ്പൺ ചെയ്ത്, PM സെഷൻ ഓപ്പൺ ചെയ്ത് മാനിപ്പുലേഷൻ ചെയ്ത് ആ ഒരു ഡെലിവറി നിങ്ങൾക്ക് എന്ത് ചെയ്ത് ക്ലോസ് ടു എന്താ പറയുക, ആ ഒരു ലാസ്റ്റ് അവർ മാക്രോയുടെ അകത്തൊക്കെ ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്ത് ഒരു ഒബ്ജക്റ്റീവിലോട്ട് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒബ്ജക്റ്റീവ് ഇല്ല. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, ലാസ്റ്റ് അവറിൽ ചോപ്പിനെസ് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് എക്സ്പെക്ട് ചെയ്യുക, ഓക്കെ ഇനി AM സെഷനിൽ ട്രേഡ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അവറിൽ പോവുക, ലാസ്റ്റ് അവറിൽ ട്രേഡ് ഉണ്ടാകുന്ന നോക്കുക, ട്രേഡ് ഉണ്ടാകുന്ന നോക്കിയാണ് നിങ്ങൾ ഇതിൽ പോയിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റിൽ ഫെയിൽ ആയാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പോൾ അതിനുള്ള റീസൺ എന്താണ്, നമുക്ക് ഓൾറെഡി ഇവിടെ പ്രയർ PM സെഷൻ ഓപ്പൺ ചെയ്ത സമയത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഡെലിവറി കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ചോപ്പിനെസ്സിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇന്നിപ്പോൾ നമുക്ക് നടന്നിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ സിനാരിയോസാണ്. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്ത് ഈ ഒരു പറഞ്ഞ പോലെ തന്നെ നമുക്ക് വോറ് പോസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെ നിങ്ങൾക്ക് എന്താ എക്സ്പെക്ട് ചെയ്യുക, ഓക്കെ ഇനി AM സെഷനിൽ നിങ്ങൾക്ക് ട്രേഡ് ഡെലിവറി ഇല്ല, ഇനി PM സെഷൻ ഈ ഒരു സമയത്തായാൽ പോലും ഞാൻ പ്രത്യേകിച്ചൊന്നും ഞാൻ മോസ്റ്റ് ലൈക്ലി ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ട്രേഡും കാര്യങ്ങളൊന്നും മാക്സിമം പുഷ് ചെയ്യത്തില്ല. കാരണം എൻ്റെ ഒരു ഫേവറിൽ എൻ്റെ സെറ്റപ്സ് ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ഇങ്ങനത്തെ ഒരു ട്രേഡിങ് കണ്ടീഷനിൽ എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും കിട്ടുന്നുള്ളൂ. പിന്നെ ഇനി നിങ്ങൾക്ക് ഡാറ്റയുടെ കേസ് ജോഷുവ, ഹലോ, യെസ് പറഞ്ഞോളൂ. ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കണം, അല്ലെ ഒരു ലാസ്റ്റ് ലഞ്ച് അവർ മാക്രോ ഡിച്ചിന്റെ ഒരു ട്രേഡ് എക്സിക്യൂഷന്റെ. നമുക്കൊരു ലഞ്ച് അവറിന്റെ ഒരു എക്സാക്ട്ലി ഒരു മാക്രോ ടൈം നമ്മൾ രണ്ടുപേരും ഒരേ ടൈമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയണേ 11:50 10:10 സോറി 10:50 11:10 മാക്രോ അല്ലേ. ഓക്കെ ഗൈസ്, ആക്ച്വലി ലഞ്ച് മാക്രോ അതാണ്, കാരണം 11 തൊട്ടാണ് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മളൊരു പ്രീ ലഞ്ച് എന്ന് പറയുന്നത് 11 o'clock ആണ്. സോ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാനൊരു ലഞ്ച് മോഡൽ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുമ്പ് ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ലഞ്ച് മാക്രോ എന്ന് പറയുന്നത് 10:50 to 11:10 ആണ്. ഓക്കെ, നമുക്ക് ആ ഒരു ട്രേഡ് കാണിച്ചു കൊടുക്കാം. ഞാനിവിടെ എക്സാക്ട്ലി ഞാൻ എടുത്തിട്ടുള്ള ട്രേഡിന്റെ ഒരു ഇതാണ് ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കണേ. സോ നമുക്ക് 9:30 ഓപ്പൺ ചെയ്ത് ഈ ഒരു സമയത്താണ്, ഇവിടെ 9:30 ഓപ്പൺ ചെയ്ത് നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ദിവസം പ്രീ മാർക്കറ്റിൽ നമ്മൾ ഒബ്ജക്റ്റീവ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എക്സാക്ട്ലി ആ ഒബ്ജക്റ്റീവ് എവിടെയാണെന്ന് എനിക്ക് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് പറയാൻ കഴിയില്ല, ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ നമ്മളെ ഡെലിവറി എന്ത് ചെയ്തിട്ടുണ്ട്, ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിലോട്ടായിരുന്നു തോന്നുന്നു ആരോ ഒബ്ജക്റ്റീവ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 9:30 നമുക്ക് പ്രത്യേകിച്ച് ഒബ്ജക്റ്റീവും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് പ്രീ മാർക്കറ്റിൽ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവിലോട്ട് മാർക്കറ്റ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. 9:30 ശേഷം നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ചോപ്പിനെസ് ചെയ്ത് ഈ ഒരു ഡെലിവറി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് ചോപ്പ് റൗണ്ട് എന്നിട്ട് ആ ഒരു ഒബ്ജക്റ്റീവിലോട്ട് വന്ന്. ഓക്കെ, അതിന് ശേഷം മാർക്കറ്റ് എപ്പോഴാണ് ഏതൊരു മാക്രോയിലാണ് മാർക്കറ്റ് ഡെലിവറി ചെയ്തിട്ടുള്ളത്, 10:50 11:10 ലാസ്റ്റ് ഡിച്ച് മാക്രോയിലാണ് നമുക്ക് ആ ഒരു ഡെലിവറി നടന്നിട്ടുള്ളത്. എക്സാക്ട്ലി ആ ഒരു എന്താ പറയുക, ഇതൊരു 5 minutes OB ആണ്. ആ OBയുടെ മീൻ ത്രഷോൾഡിലോട്ട് മാർക്കറ്റ് ഡെലിവറി ചെയ്ത് ഇവിടെ ഒരു SMT ഫോം ചെയ്ത് ഈ SMTക്ക് ശേഷം ആ ഒരു ബ്രേക്കറുടെ മുകളിലോട്ട് മാർക്കറ്റ് വന്ന് ആ ഒരു സമയത്ത് ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്ത് എൻ്റെ സ്റ്റോപ്സ് ഞാൻ ഈ ഒരു ബ്രേക്കറുടെ ലോയിൽ വെച്ച് ഈ ഒരു ഡെലിവറി കണ്ടിന്യൂ ചെയ്ത് എൻ്റെ ഫസ്റ്റ് പാർഷ്യൽ ഞാൻ ഒരു CBയിലെടുത്ത് എൻ്റെ ഫുൾ TP ഞാൻ AM സെഷൻ്റെ ഹൈയിലെടുത്ത്. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഈ ഒരു മാർക്കറ്റ് ഡെലിവറിയും കൂടി കാണുമ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ് ഡെലിവറി ചെയ്യണേ. സോ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ജേർണൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഫഹദേ, ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ, ലൈക്ക്
നീ പ്രോഫിറ്റബിൾ ആണ്, കുറച്ച് ഇയേഴ്സ് ആയിട്ട് നീ ട്രേഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിന്റെ റിസൾട്ട്സ് എല്ലാവരുടെയും മുമ്പിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ലൈക്ക് സ്റ്റിൽ നീ എന്തിനാണ് മാർക്കറ്റിന്റെ പുറത്ത് ഇങ്ങനെ ടൈം എടുത്ത് ഇത്രയും നീറ്റ് ആയിട്ട് ജേർണലിങ്ങും കാര്യങ്ങളും അതായത് നോട്ട്സ് എഴുതാനും സ്റ്റിൽ സ്റ്റഡി, എന്തിനാണ് ഇത്രയും എഫേർട്ട് അതിന്റെ പുറത്തേക്ക് ഇടുന്നത്? ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി പേരുണ്ടല്ലോ ICTs ഫേക്ക് അല്ലെങ്കിൽ ICT ഫുള്ള് വെറുതെയാണ് അങ്ങനെയാണ്. സോ ഐ വാണ്ട് ടു എന്താ പറയുക, ഇനി അങ്ങനെ പറഞ്ഞു വരുന്നവർക്കായാലും ഇതൊരു ആൻസറാണ്. ഇത് ആക്ച്വലി ഒരു ഡാറ്റയാണ്, നിങ്ങളെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ്. ഓക്കെ, ഒരിക്കലും പ്രൈസ് ലൈക്ക് ICTs ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മാർക്കറ്റ് ഇങ്ങനെ ഡെലിവർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ICT പറഞ്ഞ എക്സാക്ട് ടൈം ഡെലിവറിയിലാണ് മാർക്കറ്റ് നടക്കണത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ നോക്കുക, ഈ ഒരു മാക്രോ ടൈം വിൻഡോ ഇതൊരു ഹവർലി ക്യാൻഡിൻ്റെ ലോ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മാനിപ്പുലേഷൻ ഹവർലി ക്യാൻഡിൻ്റെ ലോ ആണ്. ഓക്കെ, 10:50 ടു നമുക്ക് ഇത് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ 11 മണിൻ്റെ ഹവർലി ക്യാൻഡിലാണ്. ആ ഹവർലി ക്യാൻഡിൻ്റെ ലോ ഈ ഒരു മീൻ ത്രഷോൾഡ് ഇതിൽ നിങ്ങൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ICT പറഞ്ഞുള്ള ഒരുപാട് റെഫറൻസ് പോയിന്റ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം പ്രൈസ് മീൻ ത്രഷോൾഡിന് റിജക്റ്റ് ചെയ്തിട്ടാണ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം ഹവർലി ക്യാൻഡിൻ്റെ ലോ ഈ മീൻ ത്രഷോൾഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് മാക്രോ ടൈമിംഗ് വിൻഡോയിലാണ് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത കാര്യം ICT പറഞ്ഞ പോലെ തന്നെയാണ് മാർക്കറ്റ് ഇവിടെ ഡെലിവർ ചെയ്തിട്ടുള്ളത്. AM സെഷൻ പ്രീ മാർക്കറ്റിൽ ഒബ്ജക്റ്റീവിലോട്ട് മാർക്കറ്റ് വന്ന് AM സെഷൻ ചോപ്പ് ചെയ്ത് ലാസ്റ്റ് ഡിച്ച് മാക്രോയിൽ മാർക്കറ്റ് ഡെലിവർ ചെയ്ത്. പിന്നെ അടുത്ത കാര്യം, എപ്പോഴും നമ്മളൊരു ലോങ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീമിയം അൺഫിൽഡ് ഗ്യാപ്സിൽ പാർഷ്യൽ ബുക്ക് ചെയ്യുക, അവിടുന്ന് മാർക്കറ്റ് റിട്രേസ്മെൻറ്റ് തന്നെ, എന്നിട്ട് ഫുൾ ടീപ്പ് ഞാൻ ഇവിടെ വെച്ച്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പ്രയർ ഫസ്റ്റ് പെർസെൻറ്റ് ഡെഫിസിനൊക്കെ മാർക്കറ്റ് എന്ത് ചെയ്യും, മാർക്കറ്റ് സീക്ക് ചെയ്യും, കാരണം അതൊരു ഇൻഎഫിഷ്യൻസി ആണ്. സോ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ആ റിയാക്ഷൻ തരുന്നുണ്ട്. സോ ഇത്രയും റെഫറൻസ് പോയിന്റ് എന്തുണ്ട് ഈ ഒരു ഒറ്റ പിക്ചറിലുണ്ട്, ഈ ഒരു ഒറ്റ ടൈം ഈ ഒരു ട്രേഡിംഗ് ടൈമിലുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പം കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്, ലൈക്ക് നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ആ ഒരു 9:30 ടു ആ ഒരു 9:40 ആ ഒരു ടൈമിലാണ് വരുന്നത്. അവിടെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വോളറ്റിലിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ട്രേഡ് വരുന്നത് നമുക്ക് ഒരു ലഞ്ച് മാക്രോയിലാണ്. അതെ, ഓക്കെ, അതാണ് ഇതിന്റെ സമ്മറി അല്ലേ? ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. അതെ, സോ അപ്പോൾ നമുക്ക് നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നിങ്ങൾ AM സെഷൻ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് മാക്രോയിൽ ഓക്കെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി, ഈ ഒരു ഇതിനെ ബേസ് ചെയ്ത് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, ഫുള്ളൊരു ചോപ്പാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ മെൻ്റൽ ക്യാപിറ്റലിനെ ആക്ച്വലി ഇത് ഡിസ്ട്രോയ് ചെയ്യണം ഇങ്ങനത്തെ ഡെലിവറീസ്. നിങ്ങളൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഡെലിവറി ഇതായിരിക്കണം, റിയൽ മൂവ് ആയിരിക്കണം. ആ റിയൽ മൂവിന് റിയൽ നരേറ്റീവ് വേണം, റിയൽ റീസൺ വേണം. സോ നിങ്ങൾക്ക് റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്ത് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ മൂവ്സാണ് ക്യാച്ച് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഒരു നരേറ്റീവും ഇല്ലാണ്ട് പ്രീ മാർക്കറ്റിൽ ഒബ്ജക്റ്റീവ് ടേക്ക് ചെയ്തിട്ട് നിങ്ങൾ AM സെഷനിൽ പോയിട്ട് ഇങ്ങനത്തെ ലൈക്ക് എന്താ പറയുക സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ട്രേഡ്സ് അല്ല നിങ്ങൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഈ ഒരു സമയത്താണ് മാർക്കറ്റ് ഡെലിവറി ചെയ്യണമെന്നുള്ളത്, അതിനൊരു പ്രോബിലിറ്റി ഉണ്ടെന്നുള്ളത്. ഓക്കെ, ആ പ്രോബിലിറ്റി പോലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്ത് അവിടെ ഡെലിവറിയും ചെയ്തത്. സോ ഇങ്ങനത്തെ ട്രേഡ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡാറ്റ നിങ്ങളെ മൈൻഡിൽ വേണം, നിങ്ങൾക്ക് അറിയണം ഇങ്ങനെയാണ് മാർക്കറ്റ് ഡെലിവറി ചെയ്യണമെന്നുള്ളത്. സോ അത്രയേ ഉള്ളൂ ഈ ഒരു ഇതിനെക്കുറിച്ച്. അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഒരുപാട് ഡാറ്റകൾ ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫോൾഡറിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. സോ സൂൺ ഞാൻ ഈ ഒരു ഡാറ്റ എല്ലാം റിലീസ് ചെയ്യും. ഞാൻ ഇതിൻ്റെ എല്ലാം വർക്കിങ്ങിലാണ്. അതെ, പേഴ്സണൽ ജേർണൽസും വീക്കിൽ ആൻറ്റിസിപ്പേഷനും കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക് കലണ്ടറിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ലെവൽസിലോ അതിനെക്കുറിച്ചുള്ള മാക്രോ ഇമ്പോർട്ടൻറ്റ് വീക്ക് അണ്ടർസ്റ്റാൻഡിങ്സ്, മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിങ്സ്, പ്രൊഫൈൽ, ടൈം ഡിസ്ട്രോഷൻ, ഗ്യാപ്സിനെ കുറിച്ച്, സെഷനെ കുറിച്ച്, ഓരോ സെഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, ലിക്വിഡിറ്റി, ഹൈ റെസിസ്റ്റൻ, ലോ റെസിസ്റ്റൻ, മാർക്കറ്റ് സൈക്കോളജി, ഡീലിംഗ് റേഞ്ച്, ഡോളർ, ലൈക്ക് PDRS എല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ സൂൺ ഞാനിത് റിലീസ് ചെയ്യും. യാ, അടുത്ത കാര്യം പറയാം. ജോഷുവ? ഞാൻ അടുത്ത ഒരു നമ്മളെ ലിസ്റ്റിൽ നമുക്ക് അടുത്ത എന്താ നോക്കുമായിരുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് സെലക്റ്റീവ് ട്രേഡ്സിനെ കുറിച്ച് പറഞ്ഞാലോ? നമുക്ക് സെലക്റ്റീവ് ട്രേഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എല്ലാരും വെയിറ്റ് ചെയ്യുന്ന ബാലൻസ് പ്രൈസ് റേഞ്ചസിലേക്ക് ഇറങ്ങാം അല്ലേ? ഓക്കെ, അതെ. സെലക്റ്റീവ് ട്രേഡ്സിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞ് സെലക്റ്റീവ് ട്രേഡ്സിനെ. കാരണം ഈ ഒരു ലൈക്ക് ICT ഈസ് ഓൾ അബൌട്ട് ടൈം ആൻഡ് പ്രൈസ് ആണല്ലോ. സോ
ടൈം ആൻഡ് പ്രൈസ് ആണല്ലോ. സോ അപ്പോൾ നമ്മൾ ടൈമിന് നമ്മൾ എന്ത് ചെയ്ത് റിഫൈൻ ചെയ്തിട്ട് നമുക്ക് മനസ്സിലായി ഏതൊക്കെ സമയത്താണ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളത്. സോ മെയിൻലി ടൈമിലാണ് പ്രൈസ് ഡെലിവറി ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ഫൈൻഡ് ഔട്ട് ചെയ്ത് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടും മാർക്കറ്റിൻ്റെ ചോപ്പിനെസ് ബേസ് ചെയ്തിട്ടും നമ്മൾ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ടൈമിനെ നമ്മൾ എന്ത് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത്. ഇനി ഒരു സെറ്റപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ജോഷുവ ബ്രോ ഒരുപാട് മോഡൽസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ അത് ഈ ഒരു ടൈമിനെ അലൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ്സും കാര്യങ്ങളും അതിനെ ബേസ് ചെയ്തിട്ട് പുഷ് ചെയ്യുക. ഓക്കെ, പിന്നെ എല്ലാവരും എന്താ പറയുക, ഈ ഒരു നാസ്ഡാക്കിൻ്റെ ഈ ഒരു ചാർട്ട് ഒരു ഹയർ ടൈം ഫ്രെയിം ഈ ഒരു സമയത്തൊക്കെ ബയാസ് ഒത്തിരി പേർക്ക് കൺഫ്യൂസിങ് ആയിട്ടുണ്ട് അല്ലേ ജോഷുവ? ഈ ഒരു സമയത്ത് ഫുള്ളി ലോങ് ആണ് എക്സ്പെക്ട് ചെയ്തവരുണ്ട്, ഈ ഒരു സമയത്ത് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഫുള്ളി സെല്ലാണ് ഷോർട്ടാണ് എക്സ്പെക്ട് ചെയ്തവരുണ്ട്, പിന്നെ ആ റിട്രേസ്മെൻറ്റ് കിട്ടിയപ്പോൾ എല്ലാവരും ലോങ് ആണ്. ലൈക്ക് ഒരു ടോട്ടൽ എന്താണ് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നമുക്ക് ഒരിക്കലും ഒരു ബയാസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്കൊരു ഷോർട്ട് ടേം ഈ ഒരു കണ്ടീഷനിലായാലും ഞാൻ ഒത്തിരി ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ റീസൺ നമ്മളൊരു ഷോർട്ട് ടേം ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ചെറിയൊരു പ്രൈസ് മൂവിനാണ് ടാർഗറ്റ്. പക്ഷേ ഓൾ ഓവർ നമുക്കൊരു ഡേയുടെ ബയാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ സെലക്റ്റീവ് ട്രേഡ്സിനെ പുഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് ടേം എപ്പോഴും നല്ലത് ലോങ് മൂവ്സിനെ ക്യാച്ച് ചെയ്യാണ്ട് ഷോർട്ട് ടേം ലിക്വിഡിറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു റിലേറ്റീവ് ഈക്വൽ ലോസ് അല്ലെങ്കിൽ റിലേറ്റീവ് ഈക്വൽ അങ്ങനെ ഷോർട്ട് ടേം ലിക്വിഡിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ഇങ്ങനത്തെ കണ്ടീഷനിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു ഈ ഒരു ഹൈൻ എടുക്കണം അല്ലെങ്കിൽ ആ ഒരു ലോൺ എടുക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ കണ്ടീഷനിൽ. സോ വൺസ് നമുക്ക് ഈ ഒരു ലോൺ എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, സോ നമുക്ക് ഇനി ഒരു റിയൽ മൂവിലോട്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഞാൻ എക്സ്പെക്ട് ചെയ്യേണ്ട റിലേറ്റീവ് ലോസിനൊക്കെ മാർക്കറ്റ് എടുക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ വീക്ക്ലി OBയുടെ മീൻ ത്രഷോൾഡ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലെവൽസൊക്കെ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണ ലെവൽസാണ്. സോ ഞാൻ ജസ്റ്റ് ഈ ഒരു ഓർഡർ ഫ്ലോ റീഡ് ചെയ്ത് പോവാം. ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഒത്തിരി പേര് ഇവിടെ ബുള്ളിഷായ സമയത്തും ഞാൻ ന്യൂട്രലായിരുന്നു. ഈ ഒരു ഹോൾ കണ്ടീഷനിൽ ഞാൻ ന്യൂട്രലായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് പറയാം. ഞാൻ ഈ ഒരു OBയുടെ മീൻ ത്രഷോൾഡ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു OBയുടെ മീൻ ത്രഷോൾഡ് ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കണം. ഈ ഒരു OBയുടെ മീൻ ത്രഷോൾഡ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ലെവൽസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു OBയുടെ മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് ഈ ഒരു ലെവലിൽ തട്ടി മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് ഈ ഒരു ലോൺ എടുത്ത സമയത്ത് തന്നെ ഒത്തിരി പേര് ബുള്ളിഷ് ആയിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ന്യൂട്രലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബുള്ളിഷായിട്ട് മാർക്കറ്റ് കണ്ടിന്യൂവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു OBയുടെ മീൻ ത്രഷോൾഡിനെ ഫെയിലും ചെയ്യണം. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബ്രേക്കർ ആയിട്ടില്ല, ഈ ഒരു ഇതിൻ്റെ മുകളിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവും തരണം. ഈ ഒരു OBയുടെ മീൻ ത്രഷോൾഡിനും ഫെയിൽ ചെയ്യണം. ഇതിനെല്ലാം ഫെയിൽ ചെയ്താലേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈസിലോട്ട് ഞാൻ ടാർഗറ്റ് ചെയ്യത്തുള്ളൂ. അതുവരെ ഞാൻ എൻ്റെ ബയാസ് എന്താണ്, ബിയറിഷ് പ്ലസ് ന്യൂട്രലാണ്. ഓക്കെ, കാരണം മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് ഞാൻ ന്യൂട്രലാണ്. പിന്നെ ഓൾ ഓവർ എൻ്റെ ഒരു നരേറ്റീവ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ലോസിനാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. പിന്നെ മന്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഒരു BC ഉണ്ട്. സോ ഡോളർ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യണ ലെവൽസ് ഇതൊക്കെയാണ്. ഇപ്പോൾ ഡോളറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു CB ഉണ്ട്. ഇതൊരു BPR ആണ്, ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. ഇനി ഡെയിലിയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, നമുക്ക് ഈ ഒരു ബൈ സൈഡ് എടുത്തിട്ട് മാർക്കറ്റ് ചോപ്പിനെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു OBയുടെ മീൻ ത്രഷോൾഡിനൊക്കെ ഇന്ന് ഒരു കൈൻഡ് ഓഫ് ഫെയിൽ ചെയ്തിട്ട് ഞാൻ ഈ ഒരു ബൈ സൈഡിലോട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഈ ഒരു എന്താ പറയുക, ആ ഒരു ന്യൂസ് ഡാറ്റയ്ക്ക് ശേഷം മാർക്കറ്റ് ഒരു ലോവർ മാനിപ്പുലേഷൻ തന്നിട്ടുള്ളത്. സോ ഐ എം വാച്ചിങ് ദ മാർക്കറ്റ്. എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ന്യൂട്രലാണ്. ഇനി ഈ ഒരു കണ്ടിന്യൂഷൻ ഈ ഒരു ലോവർ സെൽ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു BCനെ മാർക്കറ്റ് റീബാലൻസ് ചെയ്തിട്ട് ഹയർ പ്രൈസസിലോട്ടാണോ അല്ലെങ്കിൽ ഇതിനെ വീക്കൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോവർ പ്രൈസസിലോട്ടാണോ എന്നുള്ള ഫെർദർ നമുക്ക് അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. സോ ഒരു സെലക്റ്റീവ് ട്രേഡ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എന്താ ചെയ്യുക, ഞാനൊരു ഫോമാറ്റ് ആക്കിയിട്ട് പറയാം. എന്താ ചെയ്യുക, എക്കണോമിക് കലണ്ടറിനെ റീഡ് ചെയ്യുക. ഓക്കെ, റീഡ് എക്കണോമിക് കലണ്ടർ. ഓക്കെ, അതിൻ്റെ ടൈപ്പിങ്സ് നോക്കണ്ട. ഓക്കെ, രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീ മാർക്കറ്റും AM സെഷനും എങ്ങനെ ഡെലിവർ ചെയ്യുന്നുള്ളത് എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് ഡെലിവറി ആൻറ്റിസിപ്പേഷൻ. ഓക്കെ, മാർക്കറ്റിൻ്റെ ഡെലിവറി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓക്കെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ട്രേഡബിൾ ആയിട്ടുള്ള ദിവസമാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് സ്ക്വയർ ഓഫ് ചെയ്യേണ്ട ദിവസമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ,
ഇനി നിങ്ങൾക്ക് ഫണ്ട് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പാസ്സാവണ അല്ലെങ്കിൽ പാസ്സാവാൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു ഒരു ഫണ്ട് അക്കൗണ്ട് എടുത്ത് നിങ്ങൾ ഫഹദെ വൺ സെക്കൻഡ് ഫണ്ടഡിലോട്ട് കയറാം. എനിക്ക് ഒരു ഡൗട്ട്, ലൈക്ക് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ട് ആയിരിക്കും. ഇന്ന് നമുക്ക് ന്യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുമായിരുന്നോ? കണ്ടിന്യൂ ചെയ്യട്ടെ? അല്ല, പറ. ഓക്കെ ഫൈൻ. സോ നമുക്ക് ഇന്ന് ന്യൂസ് ഇല്ലാത്തൊരു ദിവസമായിരുന്നു. സോ നമുക്ക് ഇപ്പം നടന്നിരിക്കുന്ന ഒരു ഇവന്റ് നമുക്കൊരു എന്താ പറയാ, നമുക്ക് CPI NFP പോലത്തെ ഒരു ന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഈവൻ ദോ ലൈക്ക് 1000 പോയിന്റ്സ് ഒന്നും മൂവ് ചെയ്യുന്ന ന്യൂസ് ഇവന്റ്സ് ഇല്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനത്തെ ഒരു ഇവന്റ് ആണ് നടന്നിരിക്കുന്നത്. സോ AM സെഷൻ നമുക്ക് ട്രേഡബിൾ ആണോ? ലൈക്ക് ഞാൻ ചോദിക്കുന്നത് ആ ഒരു 9:45 ശേഷമുള്ള ടൈം അല്ല, നമുക്ക് ആ ഒരു 9:30 നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണോ കറന്റ്? 9:30 ഞാൻ എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു നല്ലൊരു മൂവ്. പ്രീ മാർക്കറ്റിൽ ഇതിപ്പോൾ ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ ആക്ച്വലി ഒരു മാനിപ്പുലേഷൻ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. കാരണം മാർക്കറ്റ് ഓൾ ഓവർ ബിയറിഷ് സെൻറ്റിമെൻ്റ് ആണ് ഞാൻ കാണേണ്ടത്. സോ ഈ ഒരു അപ്പ് മൂവ് ഞാനൊരു മാനിപ്പുലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഞാൻ ഒരിക്കലും ഒരു നല്ലൊരു മൂവ് ഞാൻ എക്സ്പെക്ട് ചെയ്യണില്ല. ഞാൻ പ്രീ മാർക്കറ്റ് ആയിരിക്കും ഫോക്കസ് ചെയ്യാൻ നോക്കണേ. നമുക്കിപ്പം ലൈക്ക് ഇപ്പം നമ്മള് ഒരു വാർ ആയിരുന്നു, നമുക്ക് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഇതിനെ താഴോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. നമുക്ക് എന്നിട്ട് ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ റീച്ച് ചെയ്യാൻ ചെയ്തു. ഓക്കെ, അപ്പം ഇവരിപ്പോ പെട്ടെന്ന് വാർ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ ഫൈൻ, ബുള്ളിഷ് ന്യൂസസ് വരുന്നു. അപ്പം ഇത് നമുക്ക് ഇനിയും താഴോട്ട് പോവാനായിട്ടുള്ള ഒരു അക്യുമുലേഷൻ പ്രോസസ് ആണോ? ഞാനൊരു കൺസോൾട്ടേഷൻ ഇതിൽ പറയുമല്ലേ, ഇനിയും ഓർഡേഴ്സ് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ലൈക്ക് പ്രീമിയം പ്രൈസസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ മാർക്കറ്റ് ഇപ്പൊ ഈ മേളോട്ട് വരുന്നത്? മേ ബി ഈ ഒരു വീക്ക് ബുള്ളിഷ് ആയിട്ട് ക്ലോസ് ആവാൻ ചാൻസ് ഉള്ളതും, ലൈക്ക് ഈ ഒരു വീക്ക് ബുള്ളിഷ് ആണെന്നല്ല ഞാൻ പറയുന്നത്. ഇൻ കേസ് പ്രൈസ് മേളിലോട്ട് സ്പൂൾ ആവുകയാണെങ്കിൽ അത് താഴോട്ട് പോകാനുള്ള അക്യുമുലേഷൻ ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണോ മുകളിലോട്ട് പോകുന്നത്? ഐ തിങ്ക് സോ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഇനി ഒരു സീസ് ഫയർ ഒക്കെ റിലീസ് ചെയ്ത് മാർക്കറ്റ് സ്റ്റേബിളായിട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഐ വിൽ ലുക്ക് ഫോർ ഹയർ പ്രൈസസ്. വൺസ് ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിലോട്ട് ഒരു ബോഡി ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ സ്റ്റിൽ ഞാൻ എന്താണ് ഈ ഒരു മൂവിനെ മാനിപ്പുലേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, ഈ ഒരു സഡൻ റിലീസ് മൂവിന്. സോ ഓക്കെ, നമുക്കപ്പം ഈ ഒരു ബിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫണ്ടഡ് അക്കൗണ്ടിന്റെ കാര്യവും അതേപോലെ ഫണ്ടഡ് അക്കൗണ്ട് ഫഹദ് എങ്ങനെ പാസ്സാക്കിയെന്നും എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് അത് പാസ്സാക്കിയെന്നും എത്ര ട്രേഡ്സ് എടുത്തു, റിസ്ക് എടുത്തു, നമുക്ക് അതിനെ കുറിച്ച് സംസാരിച്ചാലോ? ഓക്കെ. ആക്ച്വലി നിങ്ങളെല്ലാവരും സൈക്കോളജി, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സെറ്റപ്പ് ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ ഓക്കെ, നമ്മൾ പഠിപ്പിച്ചെന്ന പോലെ തന്നെ നിങ്ങൾക്കൊരു വാലിഡ് സെറ്റപ്പ് ഉണ്ട്. ആ ഒരു സെറ്റപ്പ് ആക്ച്വലി വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഈ ഒരു എക്കണോമിക് കലണ്ടറിനെയും മാർക്കറ്റ് ഡെലിവറി ആൻറ്റിസിപ്പേഷനും നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾക്ക് എക്കണോമിക് കലണ്ടർ റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്കൊരു ഡേനെ എങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ അറിയാം. നിങ്ങളെ മാർക്കറ്റ് ഡെലിവറി ആൻറ്റിസിപ്പേഷൻ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു സ്പെസിഫിക് ടൈമിലാണ് മാർക്കറ്റ് ഡെലിവറി ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ഈ ഫണ്ടഡ് അക്കൗണ്ട്സ് എല്ലാം നിങ്ങൾ ഫെയിൽ ആവണേ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വീക്കിൽ നിങ്ങൾക്ക് 5 ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 5 ട്രേഡിംഗ് ഡേയ്സിനകത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോയിട്ടാണ്. നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് ഒരു വീക്കിൽ നിങ്ങൾക്ക് ICT പറഞ്ഞിട്ടുണ്ട്, ഒരു വീക്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡ് മതി. ആക്ച്വലി നിങ്ങൾക്ക് ആ ഒരു വീക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ട്രേഡിംഗ് ഡേ മതി. ആക്ച്വലി 1-2 ദിവസം മതി ആക്ച്വലി നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ഇരിക്കാൻ. അല്ലാണ്ട് എല്ലാ ദിവസവും പോയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാ ദിവസവും നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിക്കൊള്ളുന്നില്ല. മാക്സിമം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു എക്കണോമിക് കലണ്ടർ ഈ ഒരു വീക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നല്ലൊരു ട്രേഡിംഗ് ഡേ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ മേ ബി ട്യൂസ്ഡേ, തേഴ്സ്ഡേ ഒക്കെയാണ്. സോ മേ ബി ഈ ന്യൂസുള്ള ദിവസം പോലെ ചോപ്പിനെസ് വരാം. കാരണം പ്രീ മാർക്കറ്റ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് എടുത്തു കഴിഞ്ഞാൽ, ഈവൻ ദോ എക്കണോമിക് കലണ്ടർ നമുക്ക് ഫേവറബിൾ ആണെങ്കിലും മാർക്കറ്റ് ഡെലിവറി ഒബ്ജക്റ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫേവറബിൾ ആയിരിക്കത്തില്ല മാർക്കറ്റ്. സോ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റിനെ റീഡ് ചെയ്യേണ്ടത്. സോ ഫണ്ടഡ് അക്കൗണ്ട് പാസ് ചെയ്യണതിനെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ റിലാക്സ് ആയിട്ട് നിങ്ങൾ ഒരു വീക്കിന് എന്ത് ചെയ്യുക, ഒരു എന്താ പറയുക, നിങ്ങളെ പേഴ്സണൽ ജേർണലിങ് ബുക്കിലോ അല്ലെങ്കിൽ ഒരു ഫോൾഡറിലോ നിങ്ങൾ ആ വീക്കിൽ നിങ്ങൾ ഏതൊക്കെ ദിവസമാണ് ട്രേഡ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഡെലിവറി ആൻറ്റിസിപ്പേഷൻ പ്രകാരം നിങ്ങൾ ഏത് ടൈമിലാണ് എൻട്രി എടുക്കണം, നിങ്ങൾ പീസ്ഫുള്ളായിട്ട് നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുത്തിട്ട് വേണം മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനും. അല്ലാണ്ട് ഓക്കെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇന്ന് ഞാൻ ട്രേഡ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഐ വിൽ ബെറ്റ് യു വിൽ നെവർ
പാസ് ദ ഫണ്ടഡ് അക്കൗണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പാസ്സാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട്സ് പാസ്സാക്കാം. കാരണം നിങ്ങൾ സെലക്റ്റീവായിട്ട് ക്വാളിറ്റി ട്രേഡ്സ് ആണ് നിങ്ങൾ സെലക്റ്റീവായിട്ട് എടുക്കാൻ പോകണം. അല്ലാണ്ട് നിങ്ങൾ എല്ലാ ദിവസവും വന്നിട്ട് ട്രേഡ് എടുക്കുകയല്ല. നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ട്രേഡ്സ് നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ കഴിയും. ഓക്കെ, നല്ല ട്രേഡ്സ് നല്ല കറക്റ്റ് ടൈം വിൻഡോയിൽ നിങ്ങൾ എൻ്റർ ചെയ്തിട്ടാണ് നിങ്ങളുടെ ട്രേഡ്സ് പുഷ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ വേണം നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ടിന് പാസ്സാക്കണ എടുക്കണേ. അല്ലാതെ നിങ്ങൾ എല്ലാ സമയത്തും എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും എല്ലാ മാർക്കറ്റ് ഡെലിവറിയിലും പോയിട്ട് നിങ്ങൾ ട്രേഡ് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 50-50%. ഓക്കെ, മേ ഓർ മേ നോട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാം, നിങ്ങളെ ഡെലിവറി ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ കോഷ്യസ് ആണ്, ഇന്നത്തെ ഒരു ദിവസം ഞാൻ കോഷ്യസ് ആണ്, ഞാൻ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുള്ളൂ. സോ ഇങ്ങനെയാണ് നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാണ്ട് ചുമ്മാ എല്ലാ ദിവസവും വന്നിട്ട് ട്രേഡ് എടുക്കരുത്. ഇങ്ങനെ ഒരു വീക്കിനെ നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നിങ്ങൾ ആ വീക്കിലോട്ട് എൻ്റർ ചെയ്യേണ്ടത്. യാ ജോഷുവ. ഞാൻ ആ ഒരു ഗോൾഡിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുമായിരുന്നു. നമ്മുടെ ഗോൾഡ് വളരെ ഇതായിട്ട് ഫോളോ ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. സോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ലൈക്ക് പേഴ്സണലി ഇന്ന് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഫഹദിന്റെ ബയാസ് ബുള്ളിഷ് ആയിരുന്നോ അതോ ബെയറിഷ് ആയിരുന്നോ? ലൈക്ക് ഈ ഒരു പമ്പിന് മുന്നത്തെ കാര്യമാണ്. അപ്പം ഇന്നത്തെ എന്റെ ഒരു ബയാസ് ചോദിക്കുവാണെങ്കിൽ ക്വൈറ്റ് ഫ്രാങ്ക്ലി ഞാനിന്ന് ബുള്ളിഷ് ആയിരുന്നു. നമുക്ക് ഏഷ്യ ഒരു അക്യുമുലേഷൻ ആണ് തന്നത്, അതിനുശേഷം ലണ്ടൻ മാനിപ്പുലേറ്റ് ചെയ്തു. ആൻഡ് ഐ വാസ് എക്സ്പെക്ടിങ് ബുള്ളിഷ് പ്രൈസസ്. നമുക്കൊരു 7 o'clock ഒരു റിവേഴ്സൽ കിട്ടിയിട്ട് എനിക്ക് എന്താ പറയാ ഒരു ബുള്ളിഷ് പ്രൈസസ് 9 o'clock എനിക്കൊരു റിട്രേസ്മെന്റ് തന്നിട്ട് എനിക്കൊരു ബുള്ളിഷ് പ്രൈസ് ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഞാനും ബുള്ളിഷ് തന്നെയായിരുന്നു. കാരണം എന്താ പറയുക, മാർക്കറ്റ് നമുക്ക് ഈ ഒരു സെൽ സൈഡ് ഒബ്ജക്റ്റീവ് ഒക്കെ എടുത്തിട്ട് മാർക്കറ്റ് നീ പറഞ്ഞ പോലെ തന്നെ ഏഷ്യ കൺസോളേഷൻ ലണ്ടൻ മാനിപ്പുലേഷൻ നമുക്ക് മോസ്റ്റ് ഓഫ് ദ ദിവസവും അല്ലെങ്കിൽ ലണ്ടൻ ആയിരിക്കും ലോ ആൻഡ് ഹൈ ഓഫ് ദ ഡേ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബിറ്റ്വീൻ 2 to 5 or 2 to 4. ഓക്കെ, സോ ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. 6 ലോ ക്രിയേറ്റ് ചെയ്ത് 3 മണിക്കാണ് ലണ്ടനിൽ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാൻ ബുള്ളിഷാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കണ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിബി ആണ്, ഒരു ചെറിയൊരു സിബി ആണ്. പിന്നെ മാർക്കറ്റ് അത്രയും വീക്കാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഈ ഒരു വീക്കിൻ്റെ കോർഡൻസ് ലെവലിൽ ഞാൻ ആഡ് ചെയ്യും, മിഡ് പോയിന്റ് ഞാൻ ആഡ് ചെയ്യും. ഈ മാർക്കറ്റ്സ് എന്നൊക്കെ റിജക്ഷൻ ചേരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പാർഷ്യൽസ് ബുക്ക് ചെയ്യും. ഇനി മാർക്കറ്റ് എന്ത് ചെയ്യും, പിന്നെ ഈ ഒരു അപ്പ് മൂവിനും പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഒത്തിരി പേര് ഈ ഒരു ദിവസം ആക്ച്വലി തേഴ്സ്ഡേ നമുക്കൊരു പ്രോപ്പർ മാനിപ്പുലേഷൻ ഇല്ലാണ്ടാണ് സെൽ സൈഡിലോട്ട് വന്നില്ലേ ജോഷുവ? ഒത്തിരി പേര് ഇവിടെ സെൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യണ്ടാവും സ്റ്റിൽ. ഓക്കെ, ഇത് ആക്ച്വലി എന്താ പറയുക, ഒരു സെൽ പൊസിഷൻ ഹോൾഡ് ചെയ്യണവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മാനിപ്പുലേഷൻ. ഇത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു മൂവ് ആയിരുന്നു പെട്ടെന്ന് മുകളിലോട്ട്. ഓക്കെ, സോ ഫോക്സ്, ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പ്രീവിയസ് ലൈവ്സും ഒക്കെ കാണുന്നവർക്ക് നമ്മൾ പറയുന്നുണ്ടായിരുന്നു, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിലർ മാത്രമായിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് വേൾഡ് വാർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു കൊമേഴ്ഷ്യൽ ഗ്യാസിന്റെ ഷോർട്ടേജസും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ട്രെയിലർ മാത്രമാണ്, ഇത് തീർന്നിട്ട് നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു മൂവ് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ലൈവ് കാണുന്നവർക്ക് അറിയാമായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ട്രെയിലർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കപ്പം നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്സ്കിൽ ചെയ്യുക, നിങ്ങളുടെ ഫണ്ടഡ് അക്കൗണ്ട്സ് പാസ്സാക്കുക, നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കുക, റിയൽ മൂവ് വരാൻ പോവാണ്. സോ അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ലൈക്ക് നിങ്ങൾക്കൊരു ക്ലിയർ ഓപ്പർച്യൂണിറ്റിയും വാർണിംഗും ടൈം ലൈനും നമ്മൾ തരുന്നുണ്ട്. നമുക്കപ്പം നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ പാസ്സാക്കിയിട്ട് നിങ്ങൾ ഇനി കളയാൻ നിങ്ങൾക്ക് ടൈം ഇല്ല. ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫ് ടൈം ഇനി വരില്ല. സോ നിങ്ങൾ എംബ്രേസ് ഫോർ ആൻ ഇമ്പാക്ട്, ഒരു ബ്യൂട്ടിഫുൾ റൈഡ് ആയിരിക്കും ഈ ഒരു വർഷം. ഓക്കെ, സോ കണ്ടിന്യൂ ചെയ്യാം. ആക്ച്വലി നമുക്ക് ഒരു ഒബ്ജക്റ്റീവിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ആക്ച്വലി നാസിന്റെ കാര്യമല്ല, എനിക്ക് ഇഎസിന്റെ കാര്യം പറയാനുള്ളത്. ഇഎസ് ആക്ച്വലി വെനസ്ഡേ PM-ന്റെ ഹൈ എടുത്തു. PM-ന്റെ ഹൈ ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി തന്നെയില്ല. നമ്മുടെ നാസ് ആ ഒരു ഹൈ എടുത്തിട്ടില്ല. നാസ് റിജക്ട് ആയിരിക്കുന്നത് ക്വാഡ്രൻ ലെവൽ 0.625 എന്നാണ് നമ്മൾ നാസ് റിജക്ട് ആയിരിക്കുന്നത്. സോ ഞാനിതൊരു ലൈക്ക് കൂടുതൽ ഡാറ്റ കിട്ടാതെ ഞാനൊരു ഫോർകാസ്റ്റോ പ്രൊട്രാക്ഷനോ തരുന്നില്ല. ഒബ്വിയസ്ലി 9:30 വേണ്ടി വെയിറ്റിംഗ് ആണ്. ട്രേഡ് എടുക്കുന്ന കാര്യം സംശയമാണ്. ലെറ്റ്സ് സീ. സോ ഇതിനെ കുറിച്ച് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക് BPR അല്ലേ?
നമുക്ക് അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യുന്ന അവൈറ്റഡ് ആയിട്ടുള്ള BPR-ലേക്ക് ഇറങ്ങാം. സോ ഗൈസ്, BPR-ന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ. ഇത് പ്യോർലി എന്താ പറയാ, ഫഹദിന്റെ ടൈം ഇൻവെസ്റ്റ്മെന്റും ഫഹദിന്റെ പേഴ്സണൽ റിസർച്ചും ഫഹദ് ഇൻവെസ്റ്റ് ചെയ്ത ടൈമിന്റെ എഫേർട്ടായിട്ടാണ് ഈ ഒരു BPR നിങ്ങളുടെ മുമ്പിൽ റിലീസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പബ്ലിക്കലി തരാനായിട്ട് ഞാൻ ഫഹദുമായിട്ട് സംസാരിച്ച് ഒരുവിധം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിവിടെ റിലീസ് ചെയ്യാം. സോ നമുക്ക് BPR സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, BPR-യുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചാണ് BPR എന്നുള്ളത്. ഓക്കെ, BTCയും ഈ ഒരു ലെവലിലോട്ട് വന്നില്ലേ? ഞാൻ ബിറ്റ്കോയിൻ നോക്കിയില്ല, പക്ഷെ നമ്മുടെ ടെർമിനസ് സ്റ്റിൽ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലം തന്നെയാണ്. ഞാൻ ആക്ച്വലി ഈ ഒരു ഓർഡർ ഫ്ലോ ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പിനെ ബ്രേക്ക് ചെയ്ത ഗ്യാപ്പാക്കി ഈ ഒരു ഇൻവേഴ്സലിൻ്റെ മാർക്കറ്റിൽ ലോവർ പോർഷനിലായത് 0.25 ലെവലിന് റിജക്ട് ചെയ്ത് മാർക്കറ്റ് ഇമ്മീഡിയറ്റ് റീബാലൻസിങ് ഒക്കെ തന്നിട്ട് ലോവർ പ്രൈസിലോട്ട് ഇങ്ങനെ വരികയായിരുന്നു. സോ നമുക്ക് ഫോൾഡർ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ BPR-ൻ്റെ ഇത്? സോ BPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണെന്നുള്ളത്. സോ എല്ലാവർക്കും അറിയാം ഒരു ബുള്ളിഷ് എന്താ പറയുക, ഒരു അപ്പ് മൂവിന് മാർക്കറ്റ് ഇൻവേഴ്സ് ചെയ്തിട്ട് സെൽ മൂവ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു BPR ആണ്. അതിലോട്ട് മാർക്കറ്റ് വന്ന് തിരിച്ച് ഇതായി കഴിഞ്ഞാൽ അങ്ങോട്ട് മാർക്കറ്റ് ഡെലിവറി ചെയ്യേണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ആക്ച്വലി ഒരു BPR ആണെന്നുള്ളത് നിങ്ങൾ ആരും കണ്ടു കാണത്തില്ല. ഇത് ആക്ച്വലി ഒരു BPR ആണെന്നുള്ളത്. നിങ്ങളൊരു സെൽ ഡെലിവറിയിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ലൈക്ക് ഇതെല്ലാം ഞാൻ ICTയുടെ മെമ്പർഷിപ്പ് വാച്ച് ചെയ്ത് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത നോട്ട്സും ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റയാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രൈസ് ഒരു ഡൗൺ മൂവും ഒരു അപ്പ് മൂവും പിന്നെ പ്രൈസ് ഒരു ഡൗൺ മൂവ് ഡെലിവറി ചെയ്ത്, അതായത് ഈ ഒരു ക്യാൻഡിലിനെ കുറിച്ച്, ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലും നെക്സ്റ്റ് ഒരു ക്യാൻഡിലിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് ഇതൊരു ഓപ്പണിംഗ് പ്രൈസ്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സെൽ ഡെലിവറി നടത്തി, ബൈ ഡെലിവറി നടത്തി, എന്നിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ സെൽ ഡെലിവറി നടത്തി. സോ ഇത് ബാലൻസ്ഡ് ആണ്. ഓക്കെ, സോ മാർക്കറ്റ് ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മാർക്കറ്റ് എന്ത് ചെയ്യണ്ട, മാർക്കറ്റ് ഇതിൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് ഡെലിവറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു BPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലെ ലോവും ഈ ഒരു ക്യാൻഡിലെ ഹൈയും ഇതിൻ്റെ മുകളിലോട്ട് എന്ത് ചെയ്യേണ്ട, മാർക്കറ്റ് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളിവിടെ ഒരു ഷോർട്ട് പൊസിഷൻസ് ഇതിൻ്റെ മുകളിലൊരു ലോ റിസ്ക് സെല്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിലെ ഹൈയിലോ അല്ലെങ്കിൽ ഈ ഒരു മീൻ ത്രഷോൾഡിൻ്റെ ഹൈയിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ സ്റ്റോപ്സ് ട്രെയിൽ ചെയ്യാം. കാരണം ഇത് ആക്ച്വലി നിങ്ങളെ ഓർഡർ ഫ്ലോനെ വാലിഡേറ്റ് ചെയ്യണ്ടോ ഇൻവാലിഡേറ്റ് ചെയ്യണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതൊരു എക്സാമ്പിൾ, ഇതാണ് ഒരു കറക്റ്റ് എക്സാമ്പിളാണ്. അതായത് ഇവിടെ നമുക്ക് ഒരു സെൽ ഡെലിവറി, ബൈ ഡെലിവറി, സെൽ ഡെലിവറി, ഇതൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചാണ്. ഈ ഒരു ക്യാൻഡിലെ ലോയും ഈ ഒരു ക്യാൻഡിലെ ഹൈയും പ്രൈസ് എവിടെയാണ് എക്സാക്ട്ലി നിന്നിട്ടുള്ളത്. ഇതൊരു സെൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ഈ ഒരു ഇംബാലൻസിനെ റീബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ഒരു ഫാസ്റ്റ് ഡെലിവറിയിലേക്കാണ്. എക്സാക്റ്റ് ആ FEGയുടെ ഹൈയിൽ മിറ്റിഗേറ്റ് ചെയ്ത്, അതായത് ഗ്യാപ്പിനെ പോലും ഒരു ടിക്കിന് ഫില്ല് ചെയ്യാണ്ടാണ് മാർക്കറ്റിൽ BPR-യുടെ ഒരു എന്താ പറയുക, BPR-യുടെ ലോജിക്ക് വെച്ചിട്ട് മാർക്കറ്റ് സെൽ ഡെലിവറി നടത്തിയിട്ടുള്ളത്. കാരണം BPR നിങ്ങളെ ഹോൾഡ് ചെയ്യും നിങ്ങളെ പ്രൈസ് ഡെലിവറിയിലോട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓക്കെ, ഇത് അടുത്ത എക്സാമ്പിളാണ്. ഓക്കെ, ഇവിടെ BPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഇതൊരു സെൽ ഡെലിവറി, മാർക്കറ്റ് ബൈ സൈഡ് മാനിപ്പുലേറ്റ് ചെയ്ത് സെൽ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പ് അൺഫിൽഡ് ആയിട്ട് ഇരിക്കണം. ഈ ഒരു ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് വരേണ്ട ആവശ്യമില്ല. സോ മാർക്കറ്റ് ബിയറിഷ് ആണ്, ബിയറിഷ് ഓർഡർ ഫ്ലോനെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു BPR-യുടെ മീൻ ത്രഷോൾഡിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് പ്രൈസ് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്യാൻഡിലോ സെൽ ഡെലിവറി, ബൈ ഡെലിവറി, സെൽ ഡെലിവറി, ഒരു ഡൗൺ മൂവ്, അപ്പ് മൂവ്, ഡൗൺ മൂവ്, ഈ ഒരു ക്യാൻഡിലെ ലോയും ഈ ഒരു ക്യാൻഡിലെ ഹൈയും അതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മീൻ ത്രഷോൾഡാണ്. ഈ ഒരു എക്സാക്ട് മീൻ ത്രഷോൾഡിൽ തട്ടിയിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, സെൽ കണ്ടിന്യൂഷൻ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഈ ഒരു ക്യാൻഡിലെ ഹൈൻ്റെ മുകളിലോട്ട് ഈ ഒരു ഇംബാലൻസിനെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതാണ് BPR. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിലും പിന്നെ BPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു BPR ആണ് എന്ത്, BPR ഈസ് ഓൾ അബൌട്ട് എന്താണ്, ഒരു ബാലൻസ്, ഈ റേഞ്ചിനെ ബാലൻസ് ചെയ്ത്. അതേപോലെ തന്നെ നമുക്കൊരു കണ്ടിന്യൂഷൻ ഓർഡർ ഫ്ലോയിൽ നമുക്ക് മനസ്സിലാക്കണ്ടേ. ഓക്കെ,
BPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ഫ്ലോ ബീറിഷ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തുണ്ട് പ്രയറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺ മൂവ് അപ്പ് മൂവ് ഡൗൺ മൂവ് അപ്പ് മൂവ് ഡൗൺ മൂവ് അപ്പ് ഒരുപാട് വട്ടം നമ്മൾ ഈ റേഞ്ചിനെ ബാലൻസ് ചെയ്തിട്ട് വൺസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണ്ടാവും മാർക്കറ്റ് ഈ ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിലോട്ട് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ലീവ് ചെയ്ത് റീടെസ്റ്റ് ഈ ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിലോട്ട് റീടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ഇനി ഈ ഒരു ക്യാൻഡലിൻ്റെ വിക്കിൻ്റെ ലോവർ വിക്കാണിത്. ഇതൊരു ഡൗൺ മൂവ് അപ്പ് മൂവ് ഡൗൺ മൂവ്, ഇതൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചാണ്. ഓക്കെ, ഈ ഒരു ബാലൻസ്ഡ് പ്രൈസിൻ്റെ എക്സാക്ട് മീൻ ത്രെഷോൾഡിൽ നിന്നാണ് മാർക്കറ്റ് വീണ്ടും റിജക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്. നിങ്ങൾക്ക് ഫുൾ സോഴ്സ് ഞാൻ ഇതിനകത്ത് പറയേണ്ടത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് എടുക്കണം. ഓക്കെ, ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഇത് അടുത്തൊരു എക്സാമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്ത് നമുക്കൊരു മാർക്കറ്റ് ഒരു CBയിൽ മാർക്കറ്റ് ഡെലിവർ ചെയ്ത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണിച്ച് മാർക്കറ്റ് ലോവറിലോട്ട് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഇംബാലൻസ് അൺഫിൽഡ് ആയിട്ടിരിക്കണം. എന്നിട്ട് മാർക്കറ്റ് ലോവറിലോട്ട് ഇത് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സാക്റ്റ് ആ എക്സാമ്പിൾ കാണാൻ കഴിയും. മാർക്കറ്റ് ഈ ഒരു CBയിലോട്ട് മാർക്കറ്റ് ടിക്കിന് വന്നിട്ടുണ്ടോ? ഇല്ല. മാർക്കറ്റ് എക്സാക്ട് ഈ ഒരു ബാലൻസ് പ്രൈസ് റേഞ്ച് ഹൈയിലാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം മാർക്കറ്റിന് ഈ ഇൻഎഫിഷ്യൻസിലോട്ട് വരേണ്ട ആവശ്യമില്ല. കാരണം മാർക്കറ്റ് അത്രയും ബിയറിഷാണ്. മാർക്കറ്റ് ഇവിടെ ഈ ഒരു BPR പ്രൈസിനെ റെസിസ്റ്റ് ചെയ്യാണ്. സോ ഈ ഒരു BPRനെ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുക. ഈ ഒരു BPRനെ മാർക്കറ്റ് ഫെയിൽ ചെയ്ത് പോകണം. നിങ്ങൾ മാർക്കറ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് 3 PDRനെ ഇൻവാലിഡേറ്റ് ചെയ്താലാണ് നിങ്ങളുടെ കണ്ടീഷൻ അവിടെ ഫെയിൽ ആവുക. സോ ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു CBനെ ഫെയിൽ ചെയ്ത് BPRനെ ഫെയിൽ ചെയ്തിട്ടില്ല. ഈ ഒരു BPRനെ ഫെയിൽ ചെയ്ത് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായി, ആ ഒരു കണ്ടീഷൻ ഇൻവാലിഡായി. മാർക്കറ്റ് പ്രീമിയത്തിലോട്ട് വരാണ്ട് അങ്ങനെ പോവാണ്. ആ ഒരു കണ്ടീഷൻ എന്താ ഇൻവാലിഡേറ്റ് ആയി. ഇനി ഈ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇതൊരു BPR ആണ്. കാരണം നിങ്ങൾക്കറിയാലോ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഒരു എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ആ റേഞ്ചിലോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതെന്താണ് റെഫർ ചെയ്യേണ്ടത്? ഇതൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. ഇതൊരു കൺസോൾട്ടേഷൻ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് പ്രൈസ് ആക്ഷൻ കാണിച്ചിട്ട് ഇതൊരു ബാലൻസ്ഡ് ഈ റേഞ്ച് ബാലൻസ്ഡ് ആയി. ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. വൺസ് മാർക്കറ്റ് ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ വ്യൂ കറക്റ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിങ്ങളെ വ്യൂ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മാർക്കറ്റ് എന്ത് ചെയ്യേണ്ട ഈ റേഞ്ചിലോട്ട് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതും ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. കാരണം ഈ എല്ലാ പ്രൈസ് ലെവൽസിനെ എന്ത് ചെയ്ത് ബാലൻസ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതൊക്കെയാണ്. സോ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റെഫറൻസ് നിങ്ങൾക്ക് ഞാൻ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിനെ കുറിച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് റിയൽ ഡാറ്റ വെച്ചിട്ട് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് ബിറ്റ്കോയിൻ മന്ത്ലി ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എക്സ്ട്രീംലി ബിയറിഷ് ആണ്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഈ ഒരു CB ഇൻവെസ്റ്ററിലൊക്കെ മാർക്കറ്റ് വന്ന് ലോവർ പ്രൈസസിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു ഗ്യാപ്പ് അൺഫിൽഡ് ആയിട്ടിരിക്കണം. ഇതൊരു BPR ആണ്. ഈ BPRൻ്റെ റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് ഇപ്പോൾ സെൽ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു BPR ആണ്. ഈ ഒരു BPRനെ ഫെയിൽ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഹയർ പ്രൈസസ് എക്സ്പെക്ട് ചെയ്യാം. അല്ലാത്ത വിധം ഈ ഒരു BPRനെ റിജക്ട് ചെയ്ത് ലോവർ പ്രൈസസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം നോക്കാം. ഓക്കെ, വീക്ക്ലിയിലോട്ട് പോകുകയാണെങ്കിൽ ഇതൊരു BPR ആണ്. എക്സാക്റ്റ് ഈ ഒരു BPR നിന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഈ റിജക്ഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സെൽ ഡെലിവറി നിങ്ങൾ ഒരു ഫോൾസ് മൂവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ഈ ഒരു CBനെ മാർക്കറ്റ് ഫെയിൽ ചെയ്യണം, ഈ ഒരു BPRനെ മാർക്കറ്റ് ഫെയിൽ ചെയ്യണം. എന്നിട്ട് അടുത്തൊരു PDRനെയും കൂടി മാർക്കറ്റ് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. സോ ദിസ് ഇസ് എ ഫോൾസ് മൂവ്. സോ ഇവിടെ എക്സാക്റ്റ് ഒരു ബീറിഷ് സെൻറ്റിമെൻ്റ് ആണ് കാണിക്കേണ്ട. മാർക്കറ്റ് ഈ ഒരു ഇൻവേഴ്സൽ മാർക്കറ്റ് വന്ന് ഇവിടെ ഒരു SMT ഫോം ചെയ്ത് ഇവിടെ ഒരു ഇമ്മീഡിയറ്റ് റിബാലൻസ് അല്ലെങ്കിൽ OBയുടെ ഓപ്പണിംഗ് ലോവർ വീക്കിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് സെൽ ഡെലിവറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പ് അൺഫിൽഡ് ആയിട്ടിരിക്കണം. ഈ ഒരു ഗ്യാപ്പ് അൺഫിൽഡ് ആയിട്ട് ഇരുന്നിട്ട് ഈ ഒരു BPRന്ന് റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് സെൽ ഡെലിവറി നടത്തുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് വാട്ട് ബിറ്റ്കോയിൻ ഈസ് എക്സ്ട്രീംലി ബിയറിഷ്. സോ ബിറ്റ്കോയിൻ ഈസ് റെഫറിങ് ദിസ് ലെവൽ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ മാർക്കറ്റ് ഈ BPRനെ ഫെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ബുള്ളിഷിലോട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ചാർട്ട് ബിറ്റ്കോയിനിൽ ഈ BPRലോട്ട് മാർക്കറ്റ് ഡെലിവർ ചെയ്ത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാനൽ ലോവറിലോട്ട് കാണിച്ച് ഒരു ഗ്യാപ്പിന് അൺഫിൽഡ് ആയിട്ട് ഇരിക്കണം. ഈ ഒരു ഇൻവേഷൻ്റെ ലോവർ ക്വാഡ്രന്റിൽ നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്തിടാൻ ലോവർ പ്രൈസിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡാറ്റ സ്റ്റിൽ ഈ ഒരു ഗ്യാപ്പിന് അൺഫിൽഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ഇൻവെസ്റ്റിൻ്റെ ലോവർ പോർഷനിലാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യേണ്ടത്. സോ ഇതാണ് BPR ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാലൻസ്ഡ് പ്രൈസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൺ ഡൗൺ മൂവ് അപ്പ് മൂവ് ഡൗൺ മൂവ് അപ്പ് മൂവ് ഡൗൺ മൂവ്, ഇതൊരു ബാലൻസ്ഡ് ലെവലാണ്. ഓക്കെ, ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബാലൻസ്ഡ്. ആ റേഞ്ച് ഒരുപാട് തവണ നമ്മൾ ബാലൻസ് ചെയ്ത് ഓക്കെ, ഈ ബാലൻസിന് ശേഷം മാർക്കറ്റ് ഒരു ബാലൻസ് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ്ഡ് പ്രൈസ് ഇത് ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് ലെവലിലോട്ട് മാർക്കറ്റ് വരേണ്ട ആവശ്യമില്ല. ഓക്കെ,
വരാണ്ട് അവിടുന്ന് ലീവ് ചെയ്ത് പോകണം. സോ അതാണ് ഈ ഒരു ബാലൻസ് ലെവലിലോട്ട് മാർക്കറ്റ് തിരിച്ച് വീണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു ഫോൾസ് മൂവ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിന് അതിൻ്റെ ആവശ്യമല്ല. ഓക്കെ, പിന്നെ ഈ ഐ തിങ്ക് ബാലൻസ് പ്രൈസ് റേഞ്ചിനെ കുറച്ച് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കണം. ഇനി ഡോളറിൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചാണ്. ഈ ഒരു ഡാറ്റ ഞാൻ ഓൾറെഡി ഈ ഒരു ഡെലിവറി നടക്കുന്ന സമയത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കൊരു ബൈ സൈഡ് എടുത്ത് നമുക്ക് യൂറോയിൽ ഇവിടെ ഒരു SMT ഉണ്ട്, എന്നിട്ട് പ്രൈസ് ഡെലിവറി ലോവറിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇൻവേർഷൻ്റെ ലോവർ ക്വാഡ്രൻറ്റിൽ നിന്നാണ് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സെല്ലിൻ്റെ വീക്ക്നെസ് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BPR ഇൻവോൾവ് ചെയ്യണം, ഇൻവേർഷൻ്റെ ലോവർ ക്വാഡ്രൻറ്റ് ഇൻവോൾവ് ചെയ്യണം. ഞാനത് എക്സാക്ട്ലി ഒരു ഡെലിവറി പറഞ്ഞുതരാം. സോ മാർക്കറ്റ് ഈ ഒരു ബൈ സൈഡ് എടുത്ത് നമുക്കൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. എന്നിട്ട് മാർക്കറ്റ് ലോവർ ഒബ്ജക്റ്റീവിലോട്ട് വരുവാണ്. ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ലുക്കിംഗ് ഫോർ ഈ ഒരു ലോ. സോ ആ ഒരു ആൻറ്റിസിപ്പേഷനിൽ ഞാൻ ഈ ഒരു ഡെലിവറി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഇവിടെ കൺസോളിഡേറ്റഡ്, മാർക്കറ്റ് ഒരു ഒരു സെൽ ക്യാനിൽ വന്ന് നെക്സ്റ്റ് ഡേ വന്ന് ഈ ഒരു ക്യാനിൽ ഇൻവേഴ്സ് ചെയ്ത്. സോ ഇനി നെക്സ്റ്റ് ഞാൻ നോക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് കാര്യം, ഞാൻ എക്സ്ട്രീംലി ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു ഇൻവേർഷൻ്റെ മിഡ് പോയിന്റിലോട്ട് മാർക്കറ്റ് വരേണ്ട ആവശ്യമില്ല. ഈ ഒരു ലോവർ ക്വാഡ്രൻറ്റിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യണം, റിജക്റ്റ് ചെയ്യണം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. ഓക്കെ, ലോവർ ക്വാഡ്രൻറ്റിൽ നിന്നല്ല മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത്. ഇനി നെക്സ്റ്റ് കാര്യം, മാർക്കറ്റ് ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ബാലൻസ്ഡ് ആണ്, ഡൗൺ മൂവ് അപ്പ് മൂവ് ഡൗൺ മൂവ്, ഇതൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചാണ്. ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾ കണ്ടോ മാർക്കറ്റ് എവിടെ നിന്നാണ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്, ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിൻ്റെ മീൻ ത്രഷോൾഡിൽ നിന്നാണ് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്. ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹവർലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ലെവലിൻ്റെ ബാലൻസിങ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇവിടെ കണ്ടോ, ഡൗൺ മൂവ് അപ്പ് മൂവ് ഡൗൺ മൂവ് അപ്പ് മൂവ് ഡൗൺ മൂവ്. വൺസ് ഈ റേഞ്ച് ലീവ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് അങ്ങോട്ട് വന്ന് മീൻ ത്രഷോൾഡിനെ റിജക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ലോവർ പ്രൈസസിലോട്ട് ഡെലിവർ ചെയ്തിട്ടുള്ളത്. സോ അത് നിങ്ങൾക്ക് ഒരു റെഫറൻസ് പോയിൻ്റാണ്, നിങ്ങൾ ഓർഡർ ഫ്ലോൻ്റെ റെഫറൻസ് പോയിൻ്റാണ് എന്ത്, ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്. ഓക്കെ, സോ ഇതൊക്കെ ഇൻവോൾവ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ നിങ്ങൾ ഓർഡർ ഫ്ലോ റീഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, നാസ് ആക്ച്വലി ആ ഒരു ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു നല്ലൊരു എൻട്രി ആയിരുന്നു. യാ ജോഷുവ, ഹലോ. അതൊരു ഇന്റൻസ് സെഷൻ ആയിരുന്നു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിന്റെ ബേസിൽ. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിൽ ലൈക്ക് ഇപ്പൊ മിഡ് പോയിന്റ് വന്ന് റിജക്ട് ചെയ്യുന്നു, അതേപോലെ ബാലൻസ് പ്രൈസ് റേഞ്ചിന്റെ ലോവർ ക്വാഡ്രന്റിൽ നിന്ന് റിജക്ട് ചെയ്യുന്നു. സോ ആ ഒരു സിനാരിയോ വരുന്നത് ആ ഒരു ബാലൻസ് പ്രൈസ് റേഞ്ച് ഇംബാലൻസ് ആയിരുന്നത് കൊണ്ടാണോ? ബാലൻസ് പ്രൈസ് റേഞ്ച് ബാലൻസ്ഡ് ആയത് കൊണ്ടാണ് ഇനി മാർക്കറ്റ് അങ്ങോട്ട് വരണ്ടെന്നുള്ളത്. കാരണം ഒരു റേഞ്ച് ബാലൻസ്ഡ് ആയി, മാർക്കറ്റ് ബാലൻസ് ചെയ്യാനും ഇംബാലൻസിനെ ബാലൻസ് ചെയ്യാനും റീപ്രൈസ് ചെയ്യാനാണ് മാർക്കറ്റ് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ബാലൻസ്ഡ് ആയ ലെവലിലോട്ട് ഇനി ബാലൻസ് ചെയ്യാൻ ഇനി ചുമ്മാ വരേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് BPR ഒരു PDR ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? BPR ഒരു PDR ആണ്. ഓക്കെ, എന്നോട് പലരും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് എനിക്ക് പിന്നീട് ചോദിക്കാനുള്ള രണ്ട് ക്വസ്റ്റ്യൻസ്. നമുക്കിപ്പം PDRS പോലെ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഇതുള്ളത് ബ്രേക്ക് അവേ ഗ്യാപ്പ്. സോ ഈ രണ്ട് PDRSും ബാലൻസ് പ്രൈസ് റേഞ്ചിന്റെ പ്രൊഡക്ട്സ് ആണോ? ബാലൻസ് ലൈക്ക് ബ്രേക്ക് അവേ ഗ്യാപ്പോ? ബ്രേക്ക് അവേ ഗ്യാപ്സും ബ്രേക്ക് അവേ ഗ്യാപ്സ് ആക്ച്വലി ഒരു എന്താ പറയാ, ഒരു ഗ്യാപ്പ് ഓപ്പൺ ആയി കിടക്കുന്നതിന്റെ പുറകിലുള്ള മീനിങ് നമുക്ക് അവിടെ ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിൽ ആ ഗ്യാപ്പ് ഫോം ആയെന്നൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ICT. സോ അതേപോലെ തന്നെ നമുക്ക് ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പും, ഈ രണ്ട് PDRSും ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിന്റെ പ്രൊഡക്ട്സ് ആണോ? പ്രൊഡക്ട്സ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആണ്. ലൈക്ക് എന്താ പറയുക, ലൈക്ക് ഈ ഒരു സിനാരിയോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനാരിയോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാലൻസ് പ്രൈസ് റേഞ്ചിൻ്റെ അകത്താണ് നമുക്ക് ഈ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. പെർഫെക്റ്റ് ഗൈസ്, 1 സെക്കൻഡ് ഫാദർ. സോ നിങ്ങൾ ബ്രേക്ക് അവേ ഗ്യാപ്സ് നോക്കി നിൽക്കുന്നവർ, അല്ലെങ്കിൽ ബ്രേക്ക് അവേ ഗ്യാപ്സ് ബേസ്ഡ് ആ ഒരു എൻട്രിയും കാര്യങ്ങളും ചെയ്യുന്നവർ, ഗൈസ് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഈ ഒരു എക്സാക്ട് പിക്ചർ കാണിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മള് വളരെ ഫാസ്റ്റ് ആയിട്ട് റാൻ ത്രൂ ചെയ്ത് പോയതാണ്. അപ്പം ഞാൻ ഈ ഒരു പിക്ചറിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. നമുക്കൊരു ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ഫോം ആവുന്നത് ഒരു ബാലൻസ് പ്രൈസ് റേഞ്ചിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ഫോം ആവുന്നത്. ഓക്കെ, ആൻഡ് ബ്രേക്ക് അവേ ഗ്യാപ്പ് ഒരു ഫ്യൂച്ചർ റെഫറൻസ് പോയിന്റ് ആണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, ഇതിനകത്തുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. ഓക്കെ, ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ലീവ് ചെയ്ത സമയത്ത് നമുക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റിൽ ഫോം ചെയ്തൊരു
ഈ ഒരു ഗ്യാപ്പ് ഓക്കെ ഇത് ഡെഫിനറ്റ്ലി ബ്രേക്ക് ഗ്യാപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്തു, ഈ ബാലൻസ്ഡ് പ്രൈസിനെ ലീവ് ചെയ്തു. സോ ആസ് എ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിൻ്റെ കൺസെപ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് പ്രൈസ് റേഞ്ച് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് പ്രൈസിനെ റെസിസ്റ്റ് ചെയ്യണം. സോ ഇത് ഡെഫിനറ്റ്ലി ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പാണ്. ഓക്കെ, നമ്മളിവിടെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് പ്രൈസ് ആക്ഷന് ശേഷം നമ്മൾ ഒരു ഫാസ്റ്റസ്റ്റ് ഡെലിവറി, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ICT പറയാറുണ്ട് ലൈക്ക് ഒരു കൺസോൾട്ടേഷന് ശേഷം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്താണ് ബ്രേക്ക് അവേ ഗ്യാപ്പാണ്. ബ്രേക്ക് അവേ ഗ്യാപ്പിൻ്റെ തിയറി അങ്ങനെയാണ് ICT പറഞ്ഞിട്ടുള്ളത്. ഒരു കൺസോൾട്ടേഷന് ശേഷം നമുക്കൊരു എക്സ്പാൻഡ് മൂവ് തന്നു കഴിഞ്ഞാൽ ആ എക്സ്പാൻഷൻ ലെഗിൽ വരുന്ന ഒരു ഗ്യാപ്പ് ബ്രേക്ക് അവേ ഗ്യാപ്പ് ആയിരിക്കും. സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രേക്ക് അവേ ഗ്യാപ്പും ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിനെ കുറിച്ചിട്ടുള്ളത്. യാ ഓക്കെ, സോ അതൊരു ഇന്റൻസ് സെഷൻ തന്നെ ആയിരുന്നു ബാലൻസ് പ്രൈസ് റേഞ്ചിനെ കുറിച്ച്. അതേപോലെ തന്നെ ഇപ്പം നമുക്കപ്പം ബാലൻസ് പ്രൈസ് റേഞ്ച് കവർ ചെയ്തു നമ്മൾ അജണ്ടയിലുള്ള കാര്യങ്ങൾ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ കവർ ചെയ്തു. ആൻഡ് അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ന്യൂസ് വന്നു. സോ ഗൈസ്, ഈ ഒരു ന്യൂസ് ആക്ച്വലി ഒരു ക്ലിയർ മാനിപ്പുലേഷൻ ആണ്. ഈ ഒരു മാനിപ്പുലേഷൻ അവർ ആക്ച്വലി നടത്തിയത് ഓയിലാണ് അവർ ആക്ച്വലി നടത്തിയിരുന്നത് ആക്ച്വലി. ആൻഡ് ഇതൊരു ഇൻസൈഡർ ട്രേഡിംഗ് തന്നെ ആയിരുന്നു. സോ എക്സാക്ട്ലി എല്ലാരും പൊസിഷൻസിൽ നിന്നപ്പോഴായിരുന്നു അവർ ആ ഒരു ഓയിലിൽ ആ ഒരു മാനിപ്പുലേഷൻ നടത്തി ഒരു ഇൻസൈഡർ ട്രേഡിംഗ് നടത്തി അവർ എല്ലാരും ലൈക്ക് എന്താ പറയാ ക്യാപിറ്റലൈസ് ചെയ്തത്. ആൻഡ് ഒറ്റ മിനിറ്റ് ജോഷുവ, അതായത് ഐ ക്യാൻ സേ ദാറ്റ് ഒരു ഓയിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ 90% പേരും ഇവിടെ ലോങ് ചെയ്തിട്ടുണ്ടാവും. അവരെ പൊസിഷൻസ് എല്ലാം ഇവിടെ ഇതായിട്ടുണ്ടാവും, ലിക്വിഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പം ആ ഒരു സിനാരിയോ. അപ്പൊ എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഗൈസ്, ഞാനിപ്പം ലൈക്ക് നമുക്കിപ്പോ ഇത് കറന്റ് റിയൽ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കണ്ടൊരു കാര്യമാണ്. നമുക്ക് ആക്ച്വലി യൂറോ ഭയങ്കര ബുള്ളിഷ് ആയിട്ട് പോയിട്ട് നമുക്ക് തേഴ്സ്ഡേ ഹൈ എടുത്തൊരു സിനാരിയോ ആണ് നമ്മൾ കണ്ടത്. ആൻഡ് ഡോളർ ആ ഒരു ഹൈ എടുത്തിട്ടില്ല, നമുക്ക് അവിടെ ഒരു പ്രോപ്പർ SMT ഫോം ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് GBPയിലും ആ ഒരു SMT ഫോം ആയിട്ടുണ്ട്. ആൻഡ് ഗൈസ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു നമുക്ക് നാസ്ഡാക്ക് ഏതൊരു പോയിന്റ് ഇതാണ് നമുക്ക് റിവേഴ്സ് ആയെന്നും അതേ കണക്ക് തന്നെ നമുക്ക് എന്താ പറയാ നമ്മുടെ ES ഏതൊരു പോയിന്റ് ചെന്നിട്ടാണ് റിവേഴ്സ് ആയെന്നും. സോ ഇങ്ങനത്തെ ലൈക്ക് ഒരു റിയൽ ലൈഫ് ഞാൻ നിങ്ങളോട് തുടക്കം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ന്യൂസസ് ആർ മാനിപ്പുലേഷൻസ്. മനസ്സിലാവുന്നോ? നിങ്ങൾക്ക് മാനിപ്പുലേഷന് മുന്നേ ആണ് ലൈക്ക് ന്യൂസിന് മുന്നേ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ന്യൂസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ 930 വോളറ്റാലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത് ഈ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇത്രയും നേരം ഫഹദും പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു ന്യൂസിന്റെ ഇത് കൊണ്ട് എക്സാക്ട്ലി നമ്മൾ ആ ഒരു ന്യൂസിന്റെ ലെക്ചർ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ന്യൂസിന്റെ ലെക്ചർ കിട്ടി. സോ ലണ്ടൻ താഴേക്ക് മാനിപ്പുലേറ്റ് ചെയ്തു റെഡി ആയിട്ട് നിന്നപ്പോഴാണ് ഈ ഒരു റിയൽ ബുള്ളിഷ് മൂവ് മേളോട്ട് വന്നത്. സോ ഇന്നത്തെ ഒരു ഡെയിലി ഒബ്ജക്റ്റീവ് ആയിരുന്നേക്കാം നമ്മുടെ ആ ഒരു എന്താ പറയാ ഒരു മേളോട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ. ഫോർ എക്സാമ്പിൾ തേഴ്സ്ഡേയിലെയോ വെനസ്ഡേയിലെയോ ഒരു എന്താ പറയാ PM സെഷന്റെ ഹൈ. സോ ഇന്ന് നമ്മൾ AM സെഷനിൽ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട കാര്യമായിരുന്നു. അവരത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ആർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ ഒരു ബ്യൂട്ടിഫുൾ ഇൻസൈഡർ ട്രേഡിംഗ് നടത്തി. ജോഷുവ, ഐ തിങ്ക് ദിസ് ഡെലിവറി ഇസ് ഗോയിങ് ടു ബി ഗോയിങ് ഡൗൺ. കാരണം ഈ ഒരു എക്സാക്ട് സാധനം കാണിച്ചു തരട്ടെ ജേർണലിംഗില് ഡെലിവറി. നമുക്ക് ബുള്ളിഷ് ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആയല്ലോ. ഇനി നമുക്ക് അടുത്തല്ലേ നോക്കാനുള്ളൂ. അപ്പം മാനിപ്പുലേഷൻ ഒരു സൈഡിലേക്ക്, ഡിസ്ട്രിബ്യൂഷൻ യു ക്യാൻ ഗെസ്. ICT February 2023 മെമ്പർഷിപ്പിൽ ESന്റെ സെഷൻ റിവ്യൂ 7 മണിക്ക് നമുക്ക് മാനിപ്പുലേഷൻ ഹയർ പ്രൈസസ്. ഇത് ആക്ച്വലി FOMC ഡേയിലെ പ്രീ മാർക്കറ്റ് എക്സിക്യൂഷൻ ആയിരുന്നു. നമുക്ക് 7 മണിക്ക് ഓപ്പൺ ചെയ്ത സമയത്ത് ഒരു മാനിപ്പുലേഷൻ തന്ന് എൻഡോഗിലോട്ട്, എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ലോവർ പ്രൈസസിലോ. എക്സാക്ട്ലി നമുക്ക് 7 മണിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ആ ന്യൂസിൻ്റെ അതിൻ്റെ ഡെലിവറിയിൽ നടന്നിട്ടുള്ള മാനിപ്പുലേഷൻ ഇനി നമുക്ക് ലോവർ പ്രൈസസ് ഡിസ്ട്രിബ്യൂഷനാണ് കാണേണ്ടത്. സമയം നോക്കൂ 7:58 മാക്രോ. അപ്പോഴേ ഞാൻ കാര്യം ചോദിക്കട്ടെ, നമുക്കപ്പം ഞാനും ഇപ്പൊ ആലോചിക്കുന്ന പ്രൈസിനെ ഒരു സ്പെസിഫിക് പോയിന്റ് വരെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ലൈക്ക് ഇപ്പം പ്രൈസ് ലൈക്ക് ബിഗിനേഴ്സിന് ഭയങ്കര അൺറീഡബിൾ സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആക്ച്വലി പണ്ട് നിങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് വരുന്നതിന് മുന്നേ ആയിരിക്കാം. പക്ഷെ നല്ല രീതിക്ക് എന്താ പറയാ CPI ക്യാൻഡിൽസ് ഒക്കെ ഇങ്ങനെയായിരുന്നു പൊങ്ങിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ NFP ക്യാൻഡിൽസ് ഒക്കെ ഇങ്ങനെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. സോ ഇത് കഴിഞ്ഞ് എന്താ നടക്കുന്നതെന്ന് ലൈക്ക് സീസൺഡ് ആയിട്ടുള്ള മാർക്കറ്റ്സിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് അറിയാം എന്താ നടക്കാൻ പോകുന്നതെന്ന്. സോ ആക്ച്വലി നമ്മൾ ന്യൂസിനെ കുറിച്ച് ഒരു ലെക്ചർ റെക്കോർഡ് ചെയ്തു ആൻഡ് ബ്യൂട്ടിഫുള്ളി നമുക്ക് ഒരു റിയൽ ടൈം എക്സാമ്പിളും കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതൊരു ക്ലിയർ മാനിപ്പുലേഷനും ആയിരുന്നു. ഓക്കെ ഗൈസ്, സോ എന്റെ പാർട്ടിയിൽ നിന്ന് അത്രേ ഉള്ളൂ. നമുക്കൊരു ചെറിയ പോസ് എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും കവർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ നോക്കിയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റാപ്പ് അപ്പ് കൊടുത്തിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.